ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൻ്റെ 5ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാത്തവർ നമുക്ക് റിവിഷൻ ഈ റിവിഷൻ ക്ലാസ് നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യണമല്ലോ. അപ്പോൾ ശരിയും ഞായറും നമ്മൾ അതിനുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ആ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നും നമ്മുടെ വീഡിയോയിൽ നമ്മൾ മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ്, പിന്നെ ഇപ്പോൾ ഈ കാണുന്ന നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കറണ്ട് അഫയേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പിന്നെ അതുപോലെ ഇതിൽ കോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കേൾക്കുക, കാണുക, അതിനുശേഷം എന്ത് ചെയ്യുക, വൈകുന്നേരമുള്ള എക്സാം കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ പറയാനുള്ള കാര്യം, നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ടല്ലോ, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, നോക്കാം നമുക്ക്. ആദ്യം നദികൾ മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചിട്ടുള്ളതാണ് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ്. ഓക്കെ, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ടോട്ടൽ എത്ര നദികളുണ്ട്? 44 നദികളാണുള്ളത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41, കിഴക്കോട്ട് ഒഴുകുന്നത് 3 ആണ് അല്ലെ. ഇനി കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ചോദിച്ച കാര്യങ്ങളാണ് കേട്ടോ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയും ഏത് തന്നെയാണ്? പെരിയാറാണ്. അപ്പൊ പെരിയാർ എന്ന നദിയെ കുറിച്ച് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു നദിക്ക് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാ? അതും പെരിയാറാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, കേരളത്തിൽ 100 കിലോമീറ്ററിൽ ഏറെ നീളമുള്ള നദികളുടെ എണ്ണം. 100 കിലോമീറ്ററിലേറെ നീളം ഉള്ള നദികളുടെ എണ്ണം എത്രയാണ്? അത് 11 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഉത്തരം പെരിയാർ. അതായത് ഇതിന്റെയൊക്കെ ഉത്തരം എന്താണ്? പെരിയാറാണ്. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക, കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി എന്താണ്? ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി കൂടിയാണ് ഏതെന്ന് പറയുന്നത്? പെരിയാർ. പെരിയാർ അപ്പൊ അർത്ഥശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ചൂർണി. ഇനി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ചോദിച്ചാലും പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ, ഓക്കെ. ഇനി ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി ആരാണ്? ശങ്കരാചാര്യർ എന്താ പറഞ്ഞത്? പൂർണ്ണ. അപ്പൊ ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിലും പൂർണ്ണ എന്ന് ഏതില്? ശങ്കരാചാര്യരും പരാമർശിച്ച നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. ചൂർണി, പൂർണ്ണ കിട്ടിയല്ലോ. ഇനി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാലും പെരിയാർ തന്നെയാണ്. ആലുവ അദ്വൈത ആശ്രമം ഇവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഏതെന്ന് പറയുന്നത്? പെരിയാർ എന്ന് പറയുന്നത്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട്? ആലുവ പുഴ, കാലടിപ്പുഴ. അപ്പൊ മാറിപ്പോവരുത്. പെരിയാറിന് ഇപ്പൊ എന്തൊക്കെ പേര് നമുക്ക് കിട്ടി? ചൂർണി എന്ന് കിട്ടി, പൂർണ്ണ എന്ന് കിട്ടി, ആലുവ പുഴ, കാലടിപ്പുഴ. ഒക്കെ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയതാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ എന്തുണ്ട്? പോഷക നദികളുണ്ട്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു നദിക്ക് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി കൂട്ടത്തില് ഇതും കൂടെ ഓർത്തു വെച്ചേക്കുക, കേരളത്തിൽ എത്ര കായലുകളുണ്ട്? ടോട്ടൽ 34 കായലുകളാണ്
കേരളത്തിനുണ്ടത് ഉള്ളത്. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ ചോദിച്ചാൽ അത് 27. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ 27. കേരളത്തിൽ എത്ര കായലുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 34. എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ്? 5. വനം ഡിവിഷൻ 36. നദികൾ എത്രയാണ്? 44. ഓക്കെ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? കേരളത്തിൽ എത്ര കായലുകളുണ്ട്? ഒന്ന് മനസ്സിൽ പറഞ്ഞേ. 34. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ 27. വന്യജീവി സങ്കേതങ്ങൾ 18. ദേശീയോദ്യാനങ്ങൾ 5. വനം ഡിവിഷൻ എത്രയാണ്? 36. വനം ഡിവിഷൻ 36. ദെൻ നദികൾ 44. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3. ഓക്കെ. ഇനി നമ്മുടെ ഭാരതപ്പുഴ അല്ലെ, ഭാരതപ്പുഴയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി. എത്രാമത്തെ? രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? ഭാരതപ്പുഴ. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്താണ്? പൊന്നാനിപ്പുഴ, നിള എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ, നിള എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ. പൊന്നാനിപ്പുഴ, നിള. ഇനി പേരാർ എന്നുകൂടെ എന്തറിയപ്പെടുന്നുണ്ട്? ഭാരതപ്പുഴ അറിയപ്പെടുന്നുണ്ട്. വലിയ നദിയാണ്, കേരളത്തിന്റെ നൈലാണ്. അതുപോലെ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നുണ്ട്, നിള എന്നറിയപ്പെടുന്നുണ്ട്, പേരാർ എന്നറിയപ്പെടുന്നു. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഭാരതപ്പുഴയാണ്. മാമാങ്കം നടത്തിയിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്ന നദീതീരം. മാമാങ്കം നടത്തിയിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാലും ഭാരതപ്പുഴയാണ്. ഇനി മറ്റൊരു പ്രത്യേകതയാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം. കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഭാരതപ്പുഴയാണ്. അതുപോലെ ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാലും ഏത് തന്നെയാണ്? ഭാരതപ്പുഴയാണ്. അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി ഏതാ? ഭാരതപ്പുഴ. നൈൽ എന്നറിയപ്പെടുന്നു, കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നു. പൊന്നാനിപ്പുഴ, നിള, പേരാറ് ഇതൊക്കെ അറിയപ്പെടുന്നത് ഏതാ? പറഞ്ഞേ. ഭാരതപ്പുഴയാണ് അല്ലെ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്നു. മാമാങ്കം നടത്തിയിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്ന നദീതീരം. മറ്റൊരു പ്രത്യേകത എന്താണ്? കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം ഏതാണ്? കിള്ളിക്കുറിശി മംഗലം അല്ലെ. ഇത് സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാലും ഭാരതപ്പുഴയാണ്. പിന്നെന്താണ്? കേരള കലാമണ്ഡലം, ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൂടെയാണ് ഈ പറയുന്ന ഭാരതപ്പുഴ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ചെറിയൊരു മെമ്മറി, അതായത് കോഡ് വെച്ചിട്ട് ഓർക്കാൻ പറ്റുന്ന പമ്പയുടെ പോഷക നദികളൊന്ന് പഠിച്ചാലോ? ഇതൊന്ന് പഠിച്ചേ. മണിയുടെ അച്ഛൻ കല്ലിൽ അഴുക്കാക്കി. മണിയുടെ അച്ഛൻ കല്ലിൽ അഴുക്കാക്കി. ഓക്കെ. ഇവിടെ മണി എന്ന് പറയുമ്പോൾ എന്തോർക്കണം? മണിമലയാർ. മണിമലയാർ. അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ കോവിലാർ. ഓക്കെ. പിന്നെന്താണ്? കല്ലിൽ എന്ന് പറയുമ്പോൾ കല്ലാർ. അപ്പൊ എന്തൊക്കെ കിട്ടി? മണിമലയാർ, അച്ഛൻ കോവിലാർ, കല്ലിൽ, കല്ലാറ്. പിന്നെ അഴുക്കാക്കി. അഴു എന്ന് പറയുന്നത് അഴുതയാർ. അഴുക്കാക്കി, കക്കി എന്താണ്? കക്കിയാറ്. മനസ്സിലായോ? അപ്പൊ മണിമലയാറ്, അച്ഛൻ കോവിലാറ്, കല്ലിൽ, കല്ലാറ്, കക്കിയാറ്, അഴുതയാറ്. കിട്ടിയോ? അപ്പൊ ഇത് എന്തിന്റെ പോഷക നദികളാണ്? പമ്പയുടെ അല്ലെ. മണിയുടെ അച്ഛൻ കല്ലിൽ അഴുക്കാക്കി എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. മണിമലയാർ, അച്ഛൻ കോവിലാറ്, കല്ലാറ്, കക്കിയാറ്, അഴുതയാറ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കേരളത്തിന്റെ നൈൽ ഏതായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, ഭാരതപ്പുഴ അല്ലെ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? പൊന്നാനിപ്പുഴ ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. നമ്മൾ ഭാരതപ്പുഴക്ക് എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? പേരാറ്, പൊന്നാനിപ്പുഴ, നിള എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. കേരളത്തിന്റെ നൈൽ എന്നൊക്കെ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരെന്താന്ന് ചോദിച്ചാൽ ശോകനാശിനി പുഴ. അപ്പൊ ശോകനാശിനി പുഴ ഏതാ? ഭാരതപ്പുഴയാണ്. എവിടെ അറിയപ്പെടുന്നത്? ചിറ്റൂരിൽ. എന്താണ്? ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ. ഇനി പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതായിരുന്നു? അത് പമ്പാ നദിയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? പമ്പാ നദി. കേരളത്തിലെ മഞ്ഞ നദി ഏതാ? മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്
കുറ്റ്യാടിപ്പുഴ ട്ടോ. കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ എന്തെന്നറിയപ്പെടുന്നത്? മഞ്ഞ നദി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാ? കുറ്റ്യാടിപ്പുഴയാണ്. ഇനി മൂരാടുപുഴ എന്നറിയപ്പെടുന്നത് ഏതാ? അത് കുറ്റ്യാടിപ്പുഴയാണ്. മൂരാടുപുഴ എന്നറിയപ്പെടുന്നതും കുറ്റ്യാടിപ്പുഴയാണ്. പയസ്വിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴ. പയസ്വിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴ. മൂരാടുപുഴ, മഞ്ഞ നദി എന്നൊക്കെ അറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. ബാരിസ് എന്ന് പ്രാചീന കാലത്തിൽ അറിയപ്പെട്ടത് പമ്പ നദിയാണ്. പയസ്വിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ്. തലയാർ, തലയാർ എന്ന് പറയുമ്പം ഏതാണ്? പാമ്പാർ. തലയാർ, പാമ്പാർ കണക്ഷൻ ഉണ്ടല്ലോ, ഈ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ തലയാറ്, പാമ്പാറ്. ഇനി നെക്സ്റ്റ്, കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? അത് കബനിയാണ്. കിഴക്കോട്ട് എത്ര നദി ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞു? 3 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത് നമ്മൾ പറഞ്ഞു. അതിൽ കബനി, ഭവാനി, പാമ്പാറ്. അതിൽ എന്താണ്? കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി കബനിയാണ്. കബനിയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കപില. ഇനി കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? കുറുവാ ദ്വീപ് അല്ലെ, അതേതാണ്? കബനി നദിയാണ് അല്ലെ. കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കബനി നദിയാണ്. എവിടെയാണത്? വയനാട് അല്ലെ. ഇനി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ ഏത് പറയും നിങ്ങൾ? ഇത് PYQ ആണ് ട്ടോ. കാവേരി നദിയുടെ പോഷക നദിയാണ് ട്ടോ. കാവേരി നദിയുടെ പോഷക നദിയാണ് ഏത്? ഭവാനി എന്നറിയപ്പെടുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഇത് പറഞ്ഞുതരാം, PYQ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇതിൽ PDF ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് എന്താണ്? മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഈ നദിയുടെ തീരത്തായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഭാരതപ്പുഴയുടെ തീരത്താണ്. ഓക്കെ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതായിരുന്നു? ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതായിരുന്നു? ഭാരതപ്പുഴയാണ്. ഇനി ഈ പാത്രക്കടവ് വെള്ളച്ചാട്ടം, പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് എന്താണ് പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അത് ഗാന്ധി ബോർഡ് LDCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഏത് നദിയുടെ ഭാഗമായിരുന്നു? അത് കുന്തിപ്പുഴയാണ് ട്ടോ. കുന്തിപ്പുഴ എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക, കുന്തിപ്പുഴ ട്ടോ. ഓക്കെ. ഇനി അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്താണ്? പമ്പാ നദിയുടെ പതനസ്ഥാനം. പമ്പാ നദിയുടെ എന്താണ് പതനസ്ഥാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേതാണെന്നറിയോ? പമ്പാ നദിയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ്. ഏതാണ്? വേമ്പനാട്ട് കായലാണ് പമ്പാ നദിയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത്. പമ്പാ നദിയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ഓക്കെ, വേമ്പനാട്ട് കായൽ ഞാൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് ഏത് കനാലാണെന്നറിയോ? ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ എന്ന് പറയുന്നത് പൊന്നാനി കനാലാണ്. ഏതാണ്? പൊന്നാനി കനാലാണ്. ഓക്കെ. നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ, എന്താ ഗൗണനാടി. എന്താണ് ഞാൻ പറയാം? ഗൗണനാടി. അതുപോലെ കവനോഗ്. എന്താണ്? കവനോഗ്. പിന്നെ എന്താണ്? വളഞ്ഞാറ്. എന്തൊക്കെ? വളഞ്ഞാറ്. വളഞ്ഞാറ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യ നദിയാണ് ഏതെന്ന് പറയുന്നത്. ഇതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മീനച്ചിലാർ ട്ടോ. മീനച്ചിലാർ. ഗൗണ എന്താണ്? ഗൗണ, അതുപോലെ എന്താണ്? ഗൗണനാടി, കവനോക്ക്, വളഞ്ഞാറ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പുണ്യ നദി എന്ന് പറയുന്നത് ഏതാണ്? മീനച്ചിലാർ ട്ടോ. മീനച്ചിലാർ. ഓക്കെ. ഇനി എന്താണ്? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. വറ്റി വരണ്ടു പോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. എന്താണ്? വറ്റി വരണ്ടു പോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൊടുങ്ങരപ്പള്ളം പുഴയാണ് ട്ടോ. കൊടുങ്ങരപ്പള്ളം പുഴയാണെന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ.
നെക്സ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവ സ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്താൻ. ഓക്കെ, അത് എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പമ്പ, അതിന് നേരെ പുളിച്ചിമല, 2 ചാലക്കുടി പുഴ, അതിന് നേരെ ആനമല, അച്ഛൻ കോവിലാറ്, അതിന് നേരെ പമ്പ നദി. അങ്ങനെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതിൽ ശരിയായിട്ടുള്ളത് പമ്പ എവിടുന്നാ ഉത്ഭവിക്കുന്നത്? പുളിച്ചിമല. നെക്സ്റ്റ് ചാലക്കുടി പുഴ എവിടുന്നാ ഉത്ഭവിക്കുന്നത്? ആനമല. 10th പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഓർത്തു വച്ചേക്കാം. ഇനി മറ്റൊരു നമ്മളിപ്പോ പറഞ്ഞല്ലോ, കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയത്, ഏറ്റവും വലിയ നദി നമ്മൾ പറഞ്ഞല്ലോ, ഏതാണ്? അത് കബനി നദിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഏറ്റവും വലിയ നദി കബനി നദി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്താ 10th പ്രിലിംസിന് അതുപോലെ LGSനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി. ഓക്കെ, അതേതാണെന്ന് അറിയോ? അത് പാമ്പാറാണ്. ഓക്കെ, നീളം കുറഞ്ഞത് എന്താണ്? പാമ്പാറാണ് കേട്ടോ, പാമ്പാറ്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയൊക്കെയാണ് നമ്മൾ എന്താ നദികളുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള. മറ്റൊന്നുണ്ട്, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് പമ്പയാണ് കേട്ടോ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. ഓക്കെ, ഇനി അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കി മാക്സിമം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? മലയാളം മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. മലയാളം മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം. കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ്. അവിടെ ഒരു സുഖമില്ല അല്ലെ? കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ്. ഓക്കെ, അതുപോലെ ഇനി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. അടുത്തത്, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനും ഉള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ്, കുട്ടികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള അവസരം കൂടി നൽകേണ്ടതാണ്. അപ്പോൾ ഏതാണ് ഇതിൽ ശരിയായിട്ട് ഉള്ളതെന്ന് അറിയോ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. കുട്ടികൾക്ക് എന്താണ്? പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. അതാണ് ശരിയായിട്ടുള്ളത്. മനസ്സിലായോ? നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം? നമുക്ക് എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലെ. പൂജക ബഹുവചനം നമ്മൾ ആദ്യം പഠിച്ചിരുന്ന ഒന്ന് ആര്? വൈദ്യർ അല്ലെ, പൂജക ബഹുവചനം. പിന്നെ ഏതാ പഠിച്ചിരുന്നത്? ആചാര്യർ. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? ഇനി ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഇതില് സ്വാമികൾ എന്താണ്? പൂജക ബഹുവചനത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപദം എന്ത്? വേദത്തെ സംബന്ധിച്ചത് ഏതായിരിക്കും? ഓപ്ഷൻ ഏതാണ്? എ ആയിട്ടുള്ള വൈദികം അല്ലെ. വൈദികം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, വൈദികം. അടുത്തത്, ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? അക്ഷണികമാണോ, ശാശ്വതമാണോ, നൈമിഷികമാണോ, നശ്വരമാണോ? ഏതാണ്? ക്ഷണികം. ക്ഷണികം എന്നുള്ളതിന്റെ എന്താണ് വിപരീതം എന്ന് പറയുന്നത് ഏതാണ്? ശാശ്വതം അല്ലെ. ശാശ്വതം. ക്ഷണികം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഏതെന്ന് പറയുന്നത്? നശ്വരം. അത് എന്താണ്? സെയിം മീനിങ് ആണ് കേട്ടോ, ക്ഷണികം നശ്വരം എന്നുള്ളത്. അപ്പോൾ ശാശ്വതം എന്നുള്ളതാണ് എന്ത്? ക്ഷണികത്തിന്റെ വിപരീതം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ഷണികം, ശാശ്വതം. ഇനി താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ? താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ എന്നുള്ളതാണ്. ഇതിൽ ഓപ്ഷൻ എ ആയിട്ടുള്ള ചന്ദ്രികയും അതുപോലെ എന്താണ്? കൗമുദിയുമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ചന്ദ്രിക, കൗമുദി. എന്താണ്? നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പദം ചന്ദ്രിക, കൗമുദി. ഓക്കെ, നിലാവ്, ചന്ദ്രിക, അതുപോലെ
കൗമുദി. ഓക്കെ. നെക്സ്റ്റ്, അമ്പലം വിഴുങ്ങുക. എന്താണ് അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ കൊള്ളയടിക്കുക എന്നാണോ, അമ്പലത്തെ വിഴുങ്ങുക എന്നാണോ, അമ്പലം ചുറ്റുക, എല്ലാം നശിപ്പിക്കുക? ഏതായിരിക്കും? അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് ഏതാണ്? മുഴുവൻ എന്ത് ചെയ്യുക? കൊള്ളയടിക്കുക. അതാണ് കേട്ടോ, മുഴുവൻ കൊള്ളയടിക്കുക എന്നതാണ് അമ്പലം വിഴുങ്ങുക എന്നതിന്റെ മീനിങ് അല്ലെങ്കിൽ ശൈലിയുടെ അർത്ഥം വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം ഭഗവത്ഗീത എങ്ങനെ എഴുതും എന്നുള്ളതാണ്. ഓപ്ഷൻ ഏതായിരിക്കും? പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും അല്ലെ? ഭഗവത്ഗീത. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണേ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഭഗവത്ഗീത, ഈദായും പിന്നെ ഏതാണ്? ഈഗ അല്ലെ? ഭഗവത്ഗീത, അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ്, എപ്പോഴും PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വിണ്ടലം അല്ലെ? വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്ത് എഴുതിയിരിക്കുന്നത് ഏതാണ്? വിൺ പ്ലസ് സ്ഥലം. ഏതാണ്? വിൺ പ്ലസ് സ്ഥലമാണ് വിണ്ടലം. അതായത് ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? അടുത്തത്, തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപദങ്ങൾ ഏത്? തലയുടെ വേദനയാണോ, തലയും വേദനയുമാണോ, തലയിലെ വേദനയാണോ, തലക്കുള്ള വേദന എന്നാണോ തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപദം? പറഞ്ഞേ. തലയിലെ വേദന. തലയിലെ വേദനയാണ് എന്തെന്ന് പറയുന്നത്? തലവേദന. തലയിലെ വേദന. ഇനി അടുത്തത്, ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ചന്ദനം എന്ന വാക്കിന് സമാനമായ പദമാണ് ചോദിച്ചിട്ടുള്ളത്. ചന്ദനം എന്ന വാക്കിന് എന്തായിട്ടുള്ളത്? സമാനമായിട്ടുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഇവിടെ വരുന്നത്? അത് മാലേയമാണ് ട്ടോ. മാലേയം. കാഞ്ചനം കൊടുത്തിട്ടുണ്ട്, കോടീരം കൊടുത്തിട്ടുണ്ട്, എന്ത് കൊടുത്തിട്ടുണ്ട്? ഗോരോചനം, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതില് ഏതാണ് കറക്റ്റ്? മാലേയമാണ് കറക്റ്റ് ആയിട്ടുള്ളത് ട്ടോ. മാലേയം. ഓക്കെ. അപ്പൊ ഈ കാഞ്ചനം എന്ന് പറഞ്ഞാൽ എന്താ? കാഞ്ചനം എന്ന് പറഞ്ഞാല് എന്താണെന്ന് അറിയോ? സ്വർണം. കാഞ്ചനം എന്ന് പറഞ്ഞാല് സ്വർണം. കാഞ്ചനം, സ്വർണം. പിന്നെ കൊടുത്തിട്ടുള്ളത് എന്താണ്? കോടീരം അല്ലെ? കോടീരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കോടീരം എന്ന് പറഞ്ഞാല് കിരീടം. കോടീരം എന്ന് പറഞ്ഞാല് കിരീടമാണ് കേട്ടോ. കോടീരം, കിരീടം. ഓക്കെ. ഗോരോചനം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ ഗോരോചനം അത് എന്താണെന്ന് വെച്ചാല് ഒരു സുഗന്ധ വസ്തുവിനെയാണ് കേട്ടോ. അതാണ് ഗോരോചനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം എന്ന് പറയുന്നത് മാലേയം. ചന്ദനം, മാലേയം. കിട്ടിയല്ലോ? അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദ സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. ഓക്കെ. ഇതിലാണ് ഏത് സെഗ്മെന്റിലാണ് ഗ്രാമാറ്റിക്കൽ എറർ വന്നിട്ടുള്ളത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്തായിരുന്നു? ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ് at the and the water on this area is forbidden. എന്താ കൊടുത്തിട്ടുള്ളത്? It actually does take place and the water on this area is forbidden എന്നുള്ളതാണ്. ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷനിലാണ് ഏത് സെഗ്മെന്റിലാണ് എറർ വന്നിട്ടുള്ളത്, ഗ്രാമാറ്റിക്കൽ എറർ വന്നിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണെന്നറിയോ? അപ്പോ ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ് and the water on this area. കണ്ടോ? and the water on this area എന്ന് കണ്ടോ? ഈ ഓൺ അല്ല അവിടെ വരേണ്ടത്. അവിടെ എന്താ ശരിയായിട്ടുള്ളതെന്ന് അറിയോ? ഇൻ ദിസ് ഏരിയ എന്നുള്ളതാണ്. ഇന്നാണ് വരേണ്ടത്. ഓക്കെ. ഇന്നാണ് വരേണ്ടത്. അപ്പൊ അതാണ് അവിടെ ഓപ്ഷൻ സി ആണ് അവിടെ ഗ്രാമാറ്റിക്കൽ എറർ കാണിക്കുന്നത്. ഓക്കെ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓൺ ദിസ് ഏരിയ എന്നല്ല, ഇൻ ദിസ് ഏരിയ. നെക്സ്റ്റ്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം ഓഫ് ദ വേർഡ്. എന്താ ആന്റണി എന്ന് പറയുന്നത്? ആന്റണി എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് അല്ലെ? സിനോണിം എന്ന് പറഞ്ഞാല് സെയിം മീനിങ് വരുന്നത്. അപ്പോ ആന്റണിം ഓഫ് ദ വേർഡിന്റെ ആന്റണിമാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡിഫാറ്റിജബിൾ. എന്താണ്? ഇൻഡിഫാറ്റിജബിൾ. ഓക്കെ. അതിന്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അതെന്താണ് അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത്? എന്താണ് ഇൻഡിഫാറ്റിജബിൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? തളരാത്തത് എന്നാണ് കേട്ടോ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. തളരാത്തത്. അപ്പൊ തളരുന്നത് അല്ലെങ്കിൽ ലേസി എന്നൊക്കെ പറയുന്നത് ഏതാണെന്നറിയോ? ഇൻഡോളന്റ്. എന്താണ് വരുന്നത്? ഇൻഡോളന്റ്. മനസ്സിലായോ? എന്താ വരുന്നത്?
ഇൻഡോളന്റ്. ഓക്കെ, ഏതാ വരുന്നത്? ഇൻഡോളന്റ് എന്നുള്ളതാണ്. ഇൻഡിഫാറ്റിഗബിൾ എന്നുള്ളതിന്റെ എന്തെന്ന് പറയുന്നത്? ആന്റണിയും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്നൊക്കെ പറയുന്നത്. ഇൻഡോളന്റ് എന്ന് പറഞ്ഞാൽ ലേസി എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീ അറേഞ്ച് ദ പാർട്സ് ഓഫ് ദ സെന്റൻസസ് ഇൻ കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡറിൽ നമ്മോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്? ഇത് കറക്റ്റ് ഓർഡർ ആക്കാൻ ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോ ഇവിടെ നോക്കാം നമുക്ക്. പി ഓപ്ഷൻ പി കൊടുത്തിട്ടുള്ളത് ദ സുനാമി ഈസ് ഓഫ് 2004. നെക്സ്റ്റ് ദ കോസ്റ്റൽ റീജിയൻസ് ഓഫ് തമിഴ്നാടു. പിന്നെ കൊടുത്തിട്ടുള്ളത് ദ ലേക്ക് ഓഫ് എൻ അഡീക്വേറ്റ് വാർണിംഗ് സിസ്റ്റം. പിന്നെ ഡിവാസ്റ്റേറ്റഡ് എ ലാർജ് പോർഷൻ ഓഫ്. അപ്പൊ അത് കറക്റ്റ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഓരോ ഓപ്ഷനും നോക്കുക, അതിൽ നിന്ന് ഏതാണ് കറക്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഓപ്ഷൻ ഡി ആണ്. അതായത് ആദ്യം വരുന്നത് ആണ്. എന്താണ്? ദ ലേക്ക് ഓഫ് എൻ അഡീക്വേറ്റ് വാർണിംഗ് സിസ്റ്റം. പിന്നെന്താ വരുന്നത്? ദ സുനാമി ഓഫ് 2004 devastated a large portion of the coastal regions of തമിഴ്നാട്. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. എങ്ങനെയാ വരുന്നത്? ഈ RPSQ ആ ഓർഡർ നോക്കുക. ദ ലാക്ക് ഓഫ് എൻ അഡീക്വേറ്റ് വാർണിംഗ് സിസ്റ്റം, ദ സുനാമി ഓഫ് 2004 devastated a large portion of the coastal region of തമിഴ്നാട്. മനസ്സിലായോ? അത് റീഅറേഞ്ച് ചെയ്യാനാണ്. അത് നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിച്ച് വായിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. ഇവിടെ ജോൺ സെഡ് ടു ടീന വേർ വെർ യു ഗോയിങ്. ഇതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഡയറക്റ്റ് സ്പീച്ച് അത് സിമ്പിൾ പാസ്റ്റിലാണ് എങ്കിൽ എന്താണ്? മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ജോൺ സെഡ് അല്ലെ, ജോൺ ആസ്ക്ഡ് എന്നൊക്കെ പറയുന്നത് അത് പാസ്റ്റ് ആയതിനാൽ സിമ്പിൾ പാസ്റ്റ് ഏതിലേക്ക് മാറ്റണം? നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉള്ളത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക. അതുപോലെ ഇവിടെ തന്നിട്ടുള്ളത് വേർ വേർ യു ഗോയിങ്, അതൊരു എന്താണ്? ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെന്റൻസ് ഏത് രൂപത്തിലേക്ക് മാറ്റണം? നമ്മള് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക്, പ്രസ്താവന രീതിയിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഇതായിരിക്കും കേട്ടോ. ഏതാണ്? ജോൺ ആസ്ക്ഡ് ടീന വേർ ഷീ ഹാഡ് ബീൻ ഗോയിങ് എന്നുള്ളതാണ്. വേർ ഷീ ഹാഡ് ബീൻ ഗോയിങ് എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ഗോയിങ് ആയതുകൊണ്ട് എന്താണ്? അവിടെ നമ്മൾ കണ്ടിന്യൂസ് ആണ് അല്ലെ. അപ്പൊ എന്താണ്? അവിടെ നമ്മൾ ബീൻ അല്ലെ എന്ന് ചേർക്കണം. ഷീ ഹാഡ് ബീൻ ഗോയിങ് എന്നുള്ളതാണ്. ഗോയിങ് എന്നുള്ളത് INC ഫോം ആണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ഷീ ഹാഡ് ബീൻ ഗോയിങ് എന്ന് നമ്മൾ ചേർക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ജോൺ ആസ്ക്ഡ് ടീന വേർ ഷീ ഹാഡ് ബീൻ ഗോയിങ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? ഡൗട്ട് ഒന്നും വരരുത്. എന്താണ്? ജോൺ ആസ്ക്ഡ് ടീന. എങ്ങനെ? ജോൺ ആസ്ക്ഡ് ടീന. ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവാക്കണം. അപ്പൊ എങ്ങനെയാ വരിക? വേർ യു എന്നുള്ളത് വേർ ഷീ ടീനോടാ ചോദിക്കണം അല്ലെ. അപ്പൊ വേർ ഷീ ഹാഡ് ബീൻ ഗോയിങ് എന്നുള്ളതായിരിക്കും അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദി ഓപ്ഷൻസ് ബിലോ. അക്വൈൻറ്റൻസ് അല്ലെ, അക്വൈൻറ്റൻസ് എന്നുള്ളതിന്റെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഏതൊരു സ്പെല്ലിങ്ങും നമ്മളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സ്പെല്ലിംഗ് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് ഏത് വേർഡാന്ന് മനസ്സിലാവും. ഓക്കെ, അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ വേർഡ് നമ്മുടെ നമുക്ക് ആൻസർ ഷീറ്റ് എല്ലാം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമല്ലോ, അതിന്റെ ബാക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാവും? നമ്മുടെ റഫായിട്ട് നമുക്ക് എഴുതി വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ ഈ വേർഡ് നമ്മൾ സ്വന്തമായിട്ട് ആദ്യം ഒന്ന് എഴുതി വെക്കുക. അതിനുശേഷം ഇത് വെച്ച് കമ്പയർ ചെയ്യുക. ഇതിൽ ഏതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അതായിരിക്കും എന്ത് ചെയ്യാം ഒരു 90% സാധ്യത. കാരണം എന്താ വെച്ചാല് ഇപ്പൊ നമുക്കറിയുന്ന കാര്യം തന്നെ ഇത് നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ ഇതാണോ എന്നുള്ള ഡൗട്ട് വരും നമുക്ക്. ആ ഡൗട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ എഴുതി വെക്കുക, എന്നിട്ട് മാത്രം ഓപ്ഷൻ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അക്വൈൻറ്റൻസ് എന്നുള്ളതിന്റെ എന്താണ്
കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. എന്താണ്? അക്കൗണ്ടൻസ് പരിചയം, പരിചയക്കാരൻ എന്നൊക്കെയാണ് കേട്ടോ. ACQUAINTANCE, ACQUAINTANCE, അക്വൈൻറ്റൻസ് എന്നുള്ളതാണ്. മനസ്സിലായോ? നെക്സ്റ്റ്, ഇഫ് ഷീ ഹാഡ് ടേക്കൺ ദ മെഡിസിൻ, ഇഫ് ക്ലോസ് സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മോഡലാണ് ഇഫ് ക്ലോസ് അല്ലെ. ഇഫ് ഷീ ഹാഡ് ടേക്കൺ ദ മെഡിസിൻ, ഹാഡ് ടേക്കൺ എന്നാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് ഇഫ് ക്ലോസ് ഹാഡ് പ്ലസ് V3 ആയാൽ മെയിൻ ക്ലോസിൽ ഒന്നെങ്കിൽ വുഡ്, അല്ലെങ്കിൽ ഷുഡ്, അല്ലെങ്കിൽ കുഡ് പ്ലസ് എന്ത് വരും? ഹാവ് പ്ലസ് V3 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ്? വുഡ് ഹാവ് ലെഫ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ്. ഇഫ് ഷീ ഹാഡ് ടേക്കൺ ദ മെഡിസിൻ ഷീ വുഡ് ഹാവ് ഫെൽറ്റ് ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ്, എവരി സ്കൂൾ ആൻഡ് കോളേജ് ഡാഷ് എ ലൈബ്രറി. ദ സ്റ്റുഡൻസ് അലോങ് വിത്ത് ദെയർ ഫ്രണ്ട്സ് ഡാഷ് ദ ലൈബ്രറി. എന്താണ്? എവരിക്ക് ശേഷം സിംഗുലർ സബ്ജക്റ്റും എന്താണ്? വെർബാണ് വരേണ്ടത്. എവരിക്ക് ശേഷം എവരി സ്കൂൾ ആൻഡ് കോളേജ് എന്താണ്? അപ്പൊ അവിടെ എന്താ വരിക? സിംഗുലർ സബ്ജക്റ്റ്. ഇവിടെ ഏതാണ്? സിംഗുലർ സബ്ജക്റ്റ് ആൻഡ് വെർബാണിത്. എവരി സ്കൂൾ ആൻഡ് കോളേജ്. പിന്നെന്താണ്? ഇവിടെ നോക്കുക, ഓപ്ഷൻ നോക്കുക നമ്മള്. ഇവിടെ ഹാസ് അല്ലെ, ഹാസ് എന്നുള്ളതാണ് എന്ത് വരിക? ഇവിടെ സ്റ്റുഡൻസ്, ഇപ്പം ദ സ്റ്റുഡൻസ് അലോങ് വിത്ത് ദെയർ ഫ്രണ്ട്സ്, അവിടെ സ്റ്റുഡൻസ് എന്നുള്ളത് എന്താണ്? അത് പ്ലൂരൽ ആണ് അല്ലെ. പ്ലൂരൽ ആയതുകൊണ്ട് അവിടെ നമ്മൾ വരേണ്ട വെർബ് എന്തായിരിക്കും? വിസിറ്റ്സ് എന്ന് വരുമോ? ഇല്ല. അപ്പൊ വിസിറ്റ് എന്നാണ്. എവരി സ്കൂൾ ആൻഡ് കോളേജ്. പിന്നെന്താ നമ്മൾ വരേണ്ടത്? അതിനുശേഷം ഹാസ് ആണ് വരേണ്ടത്. ഹാവ് വരുമോ? ഇല്ല അല്ലെ. ഹാസ് എന്നാണ് എവരിക്ക് ശേഷം വരേണ്ടത്. സിംഗുലർ ആണ് വരേണ്ടത്. അപ്പൊ ഹാസ്, every school and college has a library. The students along with their friends. Okay, അവിടെ സ്റ്റുഡൻസ് ഫസ്റ്റ് ഉള്ളത് അത് നോക്കുക. അതെന്താണ്? ഇത് പ്ലൂരൽ ആണ്. അപ്പം എന്ത് വരും? ഇവിടെയും എന്ത് വരണം? വെർബ് എന്താണ്? പ്ലൂരൽ ആവണം. വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ പ്ലൂരൽ ആണോ? അല്ല, അത് സിംഗുലർ ആണ് അല്ലെ. എന്നാൽ വിസിറ്റ് എന്നാണ് വരുന്നതെങ്കിൽ അതാണ് പ്ലൂരൽ എന്ന് പറയുന്നത്. അപ്പൊ ഹാസും വിസിറ്റും വരുന്നത് ഏതാണെന്ന് നോക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ്, ഹിസ് വൈഫ് കനോട്ട് ഡാഷ് ഹിസ് ടെറിബിൾ ബിഹേവിയർ എനിമോർ. ഹിസ് വൈഫ് കനോട്ട് ഡാഷ് ഹിസ് ടെറിബിൾ ബിഹേവിയർ അല്ലെ. അവന്റെ വൈഫിന് കഴിയുന്നില്ല എന്തിന്? ഡാഷ് ഹിസ് ടെറിബിൾ ബിഹേവിയർ എനിമോർ. അവന്റെ ഈ ടെറിബിൾ ആയിട്ടുള്ള ബിഹേവിയർ സഹിക്കാൻ അങ്ങോട്ട് വരുന്ന ഫ്രേസൽ വെർബ് ഏതാണെന്ന് നോക്കുക. ഏതാണ് അത്? ടോളറേറ്റ് അല്ലെങ്കിൽ സഹിക്കുക എന്നൊക്കെ ഉള്ളതിന് വരുന്ന ഏതാ? പുട്ടപ്പ് വിത്ത്, പുട്ടിന് വിത്ത് ഇവിടെ തന്നിട്ടുണ്ട്. മാറിപ്പോവരുത്. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇതില് എന്താണ് നമ്മുടെ ഇതിൽ കയറിയാല് എന്താ പറയാ, എക്സാം ഹാളിൽ കയറിയാല് നമുക്ക് ചിലപ്പോൾ ഇതാണ് പുട്ടപ്പ് വിത്ത് എന്നൊക്കെ തോന്നിപ്പോവും. അത് തെറ്റാണ്. ഏതാണ്? പുട്ടപ്പ് വിത്ത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ എന്താ ഓപ്ഷനൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, PSC നമ്മളെ എങ്ങനെയെങ്കിലും ഇതിന്ന് ഒഴിവാക്കുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനേ ഇടുള്ളൂ. അല്ല നമ്മളെല്ലാവരെയും കൂടെ അതിൽ കയറ്റാനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഇടൂല. ഓക്കെ, അപ്പോൾ സാമർത്ഥ്യക്കാരെന്ത് ചെയ്യും? അത് കറക്റ്റ് വായിച്ചിട്ട് അതിനെ ആൻസർ ചെയ്യാനായിട്ട് നോക്കും. ഇതൊക്കെയാണ് നെഗറ്റീവ് അടിക്കാനുള്ള എന്താണ് പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ പേർക്ക് നെഗറ്റീവ്, ഇപ്പോൾ ഇതൊരൊറ്റ ഇപ്പോൾ പുട്ടപ്പ് വിത്ത് എന്നാണ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഓപ്ഷൻ എ ഔട്ട്പുട്ട് ഓഫ് വിത്ത് ആണെന്ന് വിചാരിക്കും. പക്ഷെ എന്നിട്ട് നമ്മൾ കറുപ്പിക്കുകയും ചെയ്യും. പിന്നെ വീട്ടിലെത്തി നോക്കുമ്പോഴായിരിക്കും അവിടെ നമ്മൾ ചെയ്തത് മഹാ അബദ്ധമായിരിക്കും എന്ന് മനസ്സിലാവും. അപ്പോൾ 1 മാർക്ക് മാത്രമല്ല പോകുക, 0.33 കൂടെ പോവും. അതിൻ്റെ കൂടെ 1 മാർക്ക് പോവുക അല്ലെങ്കിൽ 0.33 മാർക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റ് പുതിയതായിട്ടൊക്കെ PSC എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് പറയാണ്. റാങ്ക് ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ 0.33 എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ആ ഒരു വ്യത്യാസത്തിൽ മുന്നിൽ കയറി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. കോമ്പൗണ്ട് വേർഡ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് ഒരുമിച്ച് അല്ലെ. വേൾഡ് വൈൻഡ്, ബ്ലാക്ക് ബോർഡ്, 2 വേർഡുകൾ അല്ലെ. ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് സ്മിത്ത്, എന്താ ഇതൊക്കെ എന്താണ് ശരിക്ക് ഇതിൽ ഉള്ളത്? ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദീസ് ആണ്. ഇത്
മൂന്നും എന്താണ് കറക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. ഇതിലേതാണ് അപ്പോൾ വേൾഡ് വൈൻഡ് ഒരു കോമ്പൗണ്ട് വേർഡ് ആണ്. രണ്ട് വേർഡുകളിലെ കോമ്പൗണ്ട് ആയിട്ട് അതായത് ഒപ്പം നിൽക്കുന്ന അല്ലെ, ബ്ലാക്ക് സ്മിത്ത് അതുപോലെ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ഇവിടെ ആൾ ഓഫ് ദിസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഹാവ് ദ വിപ്പ് ഹാൻഡ്. എന്താ അതിന്റെ മീനിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹാവ് ദ വിപ്പ് ഹാൻഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. അതായത് അതിന്റെ ആൻസർ വരുന്നത് ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ അല്ലെ, നിയന്ത്രിക്കാനുള്ള അധികാരം ഉണ്ടാവുക. ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ. ഹാവ് ദ വിപ്പ് ഹാൻഡ് മീൻസ് ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഹാവ് ദ വിപ്പ് ഹാൻഡ് മീൻസ് ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ എന്നുള്ളത് ഓർത്തു വച്ചേക്കുക. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. 3 ഇൻറ്റു 2 ഹരിക്കണം 2 മൈനസ് 4 പ്ലസ് 5 ഇൻറ്റു 2. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, ബോർഡ് മാസ് റൂള് വെച്ചിട്ട് ചെയ്യാനുള്ളതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ഫോർ ബ്രാക്കറ്റ്, ഓ ഫോർ ഓഫ് അല്ലെ, ബ്രാക്കറ്റ് ഓഫ്. ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു സംഖ്യ ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെയാണ്, ഈ ചെയ്യുന്ന ഈ ക്രിയയാണ് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ ബോർഡ് ഡി എന്ന് പറയുന്നത് എന്താണ്, ഡിവിഷൻ അല്ലെ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവൈഡ് ചെയ്യുന്നതിന് അല്ലെ. പിന്നെ എന്താണ്, എം മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ, എന്താണ് അല്ലെ, ഇൻറ്റു അല്ലെ. ദെൻ അഡിഷൻ ആണ് ഏതെന്ന് പറയുന്നത് പ്ലസ് അല്ലെ. സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് മൈനസ്. അപ്പൊ ആ ഒരു ഓർഡറിൽ ആദ്യം ബ്രാക്കറ്റ്, പിന്നെന്താണ് ഓഫ്, പിന്നെന്താണ് ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷൻ, ദെൻ എന്താണ് അഡിഷൻ, ദെൻ സബ്സ്ട്രാക്ഷൻ. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. എന്താണ് ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ചാൽ 3 ഇൻറ്റു ഏത് ചെയ്യും നമ്മൾ, ഈ 2 ഹരിക്കണം 2 ചെയ്താൽ നമുക്കിവിടെ 1 കിട്ടും. ഓക്കെ, 2 ഹരിക്കണം 2 ചെയ്താൽ 1 കിട്ടും. പിന്നെന്താ ഉള്ളത് നമുക്ക് ചെയ്യാൻ, 3 ഇൻറ്റു ദെൻ എന്താ ഉള്ളത് 1 മൈനസ്, പിന്നെന്താ ഉള്ളത് ഇവിടെ 4 അല്ലേ, 4 പിന്നെന്താ ഉള്ളത് പ്ലസ് എന്താണ് 5 ഇൻറ്റു 2 പ്ലസ് 5 ഇൻറ്റു 2 എന്നാണ് ഉള്ളത്. മനസ്സിലായോ? ഇതില് എന്താ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, അഡിഷൻ കഴിഞ്ഞാൽ അല്ല, ബ്രാക്കറ്റ് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ നമ്മൾ ചെയ്തു, ഇനി മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഇൻറ്റു ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഇവിടെ ഏതാണ് ഇൻറ്റു, ഇവിടെ വരുന്നത് 3 ഇൻറ്റു 1. 3 ഇൻറ്റു 1 എത്രയാണ് 3 മൈനസ് ദെൻ എന്താണ് 4. 3 മൈനസ് എന്താണ് 4 പ്ലസ് എന്താണ് വരുന്നത് 5 ഇൻറ്റു 2 എത്രയാണ് 10. അപ്പൊ എന്താ കിട്ടിയത് 3 മൈനസ് 4 പ്ലസ് 10 അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്, അഡിഷൻ ആണ് അല്ലെ. എന്നിട്ട് സബ്സ്ട്രാക്ഷൻ വരുള്ളൂ, മൈനസ് വരുള്ളൂ. അപ്പൊ 3 മൈനസ് 4 പ്ലസ് 10 എത്രയാണ്, മൈനസ് 4 പ്ലസ് 10 ചെയ്യുമ്പോൾ രണ്ടും രണ്ട് എന്താണ് ചിഹ്നമാണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ 10 മൈനസ് 4 ചെയ്യുക, എത്ര കിട്ടുക, 6 കിട്ടും. 6 അപ്പൊ ഏതാണ് പിന്നെ ചിഹ്നം ഏതാണ്, ഏറ്റവും വലുത് 10 ആണ്, 10ന്റെ ചിഹ്നമാണ് ഇടേണ്ടത്. അപ്പൊ 3 പ്ലസ് 6 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും, 9 എന്ന് ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലായോ? അത്രയും കാര്യമുള്ളൂ നോക്കാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2/7 എത്ര കൂട്ടിയാൽ 1 കിട്ടും? 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോ
അഞ്ചിനോട് ഇപ്പൊ നമ്മോട് പറയാണ് 5നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? 10 - 5 ചെയ്ത് നോക്കും അല്ലെ? അതേപോലെ ഇപ്പോൾ 2നോട് എത്ര കൂട്ടിയാൽ 8 കിട്ടുമെന്ന് ചോദിച്ചാൽ 8 - 2 കൂട്ടിയാൽ 6 കിട്ടും. 6 കൂട്ടിയാൽ കിട്ടും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് വരിക? 2/7നോട് എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? 1 - 2/7 അല്ലെ? 1 - 2/7 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇവിടെ ഒന്നിന്റെ താഴെ ഒരു 1 കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 1 × 7 7 - 1 × 2 2 പിന്നെ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. 1 × 7 7. അപ്പൊ എത്ര കിട്ടുക നമുക്ക്? 7 - 2 5. 5 എത്ര കിട്ടും? 5/7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. എന്താണ്? റൂട്ട് ഓഫ് 0.01 ഇൻറ്റു റൂട്ട് ഓഫ് 0.0025. ഓക്കെ, ഇപ്പോ ദശാംശ സംഖ്യയുടെ വർഗ്ഗമൂലം, ഇവിടെ നമുക്ക് വർഗ്ഗമൂലമാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. വർഗ്ഗമൂലം കാണണമെന്നുണ്ട്. 36ന്റെ റൂട്ട് ഓഫ് 36ന്റെ വർഗ്ഗമൂലം എത്രയാണ്? 6 ആണ് അല്ലെ? റൂട്ട് ഓഫ് 25ന്റെ വർഗ്ഗമൂലം എത്രയാണ്? 5. 5 × 5 ആണല്ലോ 25. 6 × 6 ആണ് 36. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയാണ് ദശാംശ സംഖ്യയാണെങ്കിൽ അതിന്റെ വർഗ്ഗമൂലം കാണാൻ എണ്ണൽ സംഖ്യയുടെ വർഗ്ഗമൂലം. ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? 1 ആണ് എണ്ണൽ സംഖ്യ അല്ലെ? ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ്? 1 ആണ് എന്തെന്ന് പറയുന്നത്? എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. ആ എണ്ണൽ സംഖ്യയുടെ വർഗ്ഗമൂലം കാണാം. 1ന്റെ വർഗ്ഗമൂലം എന്താണ്? 1 തന്നെയാണ് അല്ലെ? കണ്ടിട്ട് എന്ത് ചെയ്യാം? ഇപ്പോ എന്താണ് നമുക്ക് 0.01 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ദശാംശ സംഖ്യയിൽ എന്താണ്? പകുതി സ്ഥാനം ഇടത്തോട്ട് മാറ്റി ചിഹ്നം കൊടുക്കുക. ഓക്കെ, 0.01 എന്നുള്ളത് ആണ് അതിൻ്റെതാണ് നമ്മോട് കാണാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഒന്നിന്റെ എന്താണ്? ഒന്നിന്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 1 ആണ്. ഒന്നിന്റെ വർഗ്ഗമൂലം എന്താണ്? 1 ആണ്. പിന്നെ എന്ത് ചെയ്യാം നമ്മള്? ഇവിടെ 2 ഇതാണ് ഉള്ളത്. അപ്പം 1 മതി. ഒരൊറ്റ അതിന്റെ പകുതി. ഓക്കെ, അതിന്റെ പകുതി കണ്ടാൽ മതി. 0.1 എന്നുള്ളതാണ് ആൻസർ വരിക. അപ്പൊ നിങ്ങൾ പറഞ്ഞേ 0.00225 എന്ന് പറയില്ല, പോയിന്റിന് ശേഷം 25 എന്നേ പറയൂ. അപ്പൊ എന്താണ് അതിന്റെ 25ന്റെ എന്താണ്? ശരിക്ക് 5 ആണ് അല്ലെ? 5 ആണ് എന്ത്? അതിന്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത്. ഇവിടെ എത്ര സ്ഥാനം? ദശാംശം കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനമുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മതി? 2 സ്ഥാനം മതി. ദശാംശം കഴിഞ്ഞിട്ട് 2 സ്ഥാനം മതി എന്നുള്ളത് ഓർക്കുക. അപ്പൊ 0.05 എന്നുള്ളത് ഇവിടെ 4 സ്ഥാനമാണുള്ളത്. അപ്പൊ 2 സ്ഥാനം മതി അല്ലെ? അപ്പൊ എന്താണ്? 0.05. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? 0.01 അല്ല, 0.1 ഇൻറ്റു 0.05 ആണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ എത്രയാണ്? 1 ഇൻറ്റു 5 എത്രയാണ്? 5 അല്ലെ? ഇവിടെ ഒരു ദശാംശ സ്ഥാനവും ഇവിടെ 2 ദശാംശ സ്ഥാനവും. അപ്പൊ ടോട്ടൽ എത്ര വരും? ഇവിടെ 3 ദശാംശ സ്ഥാനം വരണം. അപ്പൊ 0.005 എന്നുള്ളതായിരിക്കും ആൻസർ. ഇവിടെ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കാനായിട്ട് കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. ഇനി അറിയുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? 621 തുക 50 ആണ്. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം. ഇപ്പൊ ഒറ്റ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം? എക്സും വൈയും എടുക്കാം. എക്സ് വൈ എടുക്കാം. അതിന്റെ ഗുണനഫലം 621. അതായത് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 621. ഇനി തുക, അതായത് ഈ രണ്ട് ഒറ്റ സംഖ്യകളുടെയും തുക, അതായത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എത്രയാണ്? 50 ആണ്. ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മൾ പറയാം 1 3 5 7 9. 1ലേക്ക് എത്ര കൂട്ടിയാലാണ് 3 കിട്ടുക? 1 + 2 ആണ് 3. 3 + 2 ആണ് എന്ത്? 5. 5 + 2 ആണ് 7 എന്ന് പറയുന്നത്. അപ്പൊ +2 കൂട്ടിയിട്ട് അല്ലെ? അപ്പൊ നമ്മളോട് പറയാണ് എക്സിന്റെ തൊട്ടടുത്ത ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? എക്സ്
പ്ലസ് 2 ആയിരിക്കും തൊട്ടടുത്ത ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലമാണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എക്സ് പ്ലസ് ടുവിന്റെയും ഏത് കാണും നമ്മൾ, വൈ പ്ലസ് ടുവിന്റെയും ഗുണനഫലമാണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം, എക്സ് പ്ലസ് ടു വൈ പ്ലസ് ടു അതാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പൊ ഇതുവരെ ഉള്ളത് എഴുതാത്തവരൊന്ന് എഴുതിയെടുക്കുക. ദെൻ ഞാൻ പറയാം, എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, എക്സ് വൈ, പിന്നെന്താ ചെയ്യേണ്ടത് നമ്മൾ, 2x അല്ലേ, എക്സ് ഇൻറ്റു ടു 2x പ്ലസ് 2y പ്ലസ് എന്ത് വരും, പിന്നെ എന്ത് വരും, 2 ഇൻറ്റു ടു 2 ഇൻറ്റു ടു 2y പ്ലസ് 2 ഇൻറ്റു ടു 4 അല്ലേ, 2 ഇൻറ്റു ടു 4 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എക്സ് വൈ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു നേരത്തെ പറഞ്ഞത്, എക്സ് വൈ എന്ന് പറഞ്ഞാൽ 621 ആണെന്ന് പറഞ്ഞു. എക്സ് പ്ലസ് വൈ എന്താ പറഞ്ഞിരുന്നത് നമ്മള്, 50 ആണെന്നും പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഈ എക്സ് വൈക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, 621 എന്ന് കൊടുക്കാം. പറ്റൂലേ? ഇനി 2x പ്ലസ് 2y എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, 2 പുറത്തേക്ക് എടുത്തിട്ട് എക്സ് പ്ലസ് വൈ പ്ലസ് 4 എന്ന് എഴുതാം. ഓക്കെ, ഇനി 621 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈക്ക് നമ്മൾ എന്താ കണ്ടത്, ഇവിടെ 50 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 2 ഇൻറ്റു 50 അല്ലേ, പ്ലസ് 4 ആണ് ഇനി ചെയ്യാനുള്ളത്. നമുക്കറിയാം ബോഡ് മാസ് റൂള്, 621 പ്ലസ് 2 ഇൻറ്റു 50 100 ദെൻ 4. അപ്പൊ എത്രയും നമുക്ക് കിട്ടുക, ടോട്ടൽ നമുക്ക് എത്ര കിട്ടുക എന്ന് വെച്ചാൽ 725 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ടോ നോക്കുക, 725. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ ആണെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ്, 122 ഇൻറ്റു 41 ഇസ് ഈക്വൽ ടു 5002 ആയാൽ 1.22 ഇൻറ്റു 41 എന്തായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തായിരിക്കും, വളരെ ഈസിയാണ്. നമ്മൾ നേരത്തെ ദശാംശ സംഖ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ദശാംശ സംഖ്യകളെ ഗുണിക്കുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ ആകെ എണ്ണം ഇടത്തോട്ട് മാറ്റിയിട്ട് ദശാംശ സ്ഥാനം കൊടുത്താൽ മതി. നമുക്കറിയാം 122 ഇൻറ്റു 41 5002 ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ 1.22 രണ്ട് ദശാംശ സ്ഥാനം അല്ലേ ഉള്ളത് അല്ലേ. അപ്പൊ നമ്മൾ ഈ സംഖ്യയുടെ രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റിയിട്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക, 50.02 എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 5 സംഖ്യകളുടെ ശരാശരി 51 ആണ്. 5 സംഖ്യകളുടെ ശരാശരി 51 ആണ്. അതിൽ ചെറിയ ഈ ഒരു എന്താണ്, ഇതിനൊരു ഇതുണ്ട് കേട്ടോ, ഈ ക്വസ്റ്റ്യന് എന്താണ് ക്യാൻസൽഡ് ആണ്. ഓക്കെ, ഇത് ക്യാൻസൽ ആണ് കേട്ടോ. ഇനി അടുത്തത് 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ട് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, 5 അക്കങ്ങളുള്ളത് ഏതൊക്കെയാണ്, ആദ്യം തുടങ്ങുന്നത് ഏതാണ്, 10,000 മുതൽ തുടങ്ങൂലേ, ഒറ്റ 10 എത്രയാണ്, ഒറ്റ 10 100 1000 10,000 10,000. അതുപോലെ എത്രയാണ്, 10,001 10,000 എത്രയാണ്, 10,002 അങ്ങനെ പോയിട്ട് ഏത് വരെ പോകും, 9,000 അല്ല 99 അല്ലെ, 99,999 അതുവരെ പോകും. അതായത് ഇതാണ് എന്തെന്ന് പറയുന്നത്, 5 അക്കങ്ങളുള്ള ഏത് സംഖ്യ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ നമ്മൾ ഇതുവരെയുള്ള സംഖ്യകളുടെ എണ്ണം നമുക്ക് കാണണം അല്ലെ. 10,000 മുതൽ 99,999 വരെയുള്ള സംഖ്യ നമുക്ക് കാണണം. അപ്പം 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നമുക്ക് മനസ്സിലായി, 10,000 ആണ്. 5 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ നമുക്ക് 9,999
99,999 ആണെന്നും മനസ്സിലായി അല്ലേ? ഇനി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നമുക്ക് കാണേണ്ടത് എന്താണ്? 5 അക്കമുള്ള സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 10,000 അല്ലേ? 10,000-ത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി നമുക്ക്? 10,000-ത്തിൽ നിന്ന് നമുക്ക് ഏത് കുറച്ചാൽ കിട്ടും ഇതിന്റെ ആൻസർ? 10,000-ത്തിൽ നിന്ന് ഏത് കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും? അതിന് തൊട്ട് മുമ്പുള്ള അല്ലെ 9,999 കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് ആൻസർ കിട്ടും അല്ലെ? അപ്പൊ എത്ര കിട്ടാൻ നമുക്ക് അറിയോ? ഇത് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 90,000 എന്ന് കിട്ടും അല്ലെ? 90,000 എന്നതാണ് ആൻസർ വരിക. മനസ്സിലായോ? ഇപ്പൊ ഒന്നും വേണ്ട, നമ്മൾ എന്തെടുക്കുക? നമ്മളൊരു സംഖ്യ എടുക്കുക. ഇപ്പോ നമ്മോട് ചോദിക്കാണ് ഏത്? പിന്നെ 10-നും 99-നും ഇടക്ക് ഉള്ള സംഖ്യ കാണാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സോറി, അങ്ങനെയല്ല. 10-നും ഒരു മിനിറ്റ്, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ചെറുതല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ 5 അക്കമുള്ള സംഖ്യകളുടെ ആകെ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചു നമ്മോട് അല്ലേ? അപ്പൊ നമുക്കറിയാം എന്താ ആദ്യം വരുന്നത് 10,000 അല്ലേ? 10,000. പിന്നെന്താണ് നമ്മൾ പറഞ്ഞു? ലാസ്റ്റ് 99,999 എന്ന് പറഞ്ഞു. ഓക്കെ, 999 എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതിനിടയിലുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് കാണണമെങ്കിൽ അത് കാണേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണാം. 99,999 മൈനസ് എന്ത് ചെയ്യാം? 10,000 ചെയ്ത് നോക്കുക. ആദ്യം 10,000 ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 9 0 പോയാൽ 9, 9 0 പോയാൽ 9, 9, 9, then 9 മൈനസ് 1 8 അല്ലേ? ഇപ്പോൾ എന്താണ്? 8 എന്ന് കിട്ടും. ഇനി നമ്മൾ അതിലേക്ക് +1 ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ആൻസർ വരിക. എത്ര? 90. എത്ര കിട്ടുക നമുക്ക് ആൻസർ കിട്ടുക? 90. എന്താ പറയാ? 90,000 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അത്രയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് മനസ്സിലാക്കാനുള്ളൊരു ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞത് ഏത്? 10 രണ്ടക്ക സംഖ്യ നോക്കുകയാണെങ്കിൽ 10, പിന്നെ ഏതാ വരിക? 99 അല്ലേ? ഇതാണ് ഇതിൽ ടോട്ടൽ എത്ര രണ്ടക്ക സംഖ്യ വരുന്നുണ്ട് നോക്കാം. നമുക്ക് എന്ത് ചെയ്താൽ മതി? 99 എന്ന് ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇനിയിപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എണ്ണി വെക്കാനും പറ്റും അല്ലേ? 99 മൈനസ് എന്ത് ചെയ്യുക? ഇതും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ സംഖ്യ ആക്കിയാലും നമുക്ക് കിട്ടും. 99 മൈനസ് 10 ചെയ്ത് നോക്കുക. 99 മൈനസ് 10 ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 9, 8, 89 കിട്ടും. +1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും? 90 എന്ന് ആൻസർ കിട്ടും. ഇനി ഇതും നമുക്ക് എന്ത് ചെയ്യാം? ചെറുതാക്കിയിട്ട്, അതായത് ഇപ്പോ നമ്മോട് ചോദിക്കുകയാണ് ഒറ്റ സംഖ്യ ആകെ എത്ര ഒറ്റ സംഖ്യ, ഒരക്ക സംഖ്യ, ഒറ്റ സംഖ്യ അല്ല, ഒരു അക്കമുള്ള സംഖ്യ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1 മുതൽ എന്താണ്? 1 മുതൽ 9 വരെയാണ് ഒരക്ക സംഖ്യ ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ടോട്ടൽ എത്ര ഒരക്ക സംഖ്യയുണ്ട്? ടോട്ടൽ എത്ര ഒരക്ക സംഖ്യയുണ്ട്? 1 2 3 4 5 6 7 8 9 ആണെന്നുള്ള ആൻസർ നമുക്ക് എന്താ ഒരു സംശയമില്ലാതെ പറയാം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സെയിം ഇത് ചെയ്ത് നോക്കുക. 9 മൈനസ് 1 എത്രയാണ്? 8. 8 പ്ലസ് 1 എത്രയാണ്? 9. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്ത് നോക്കുക. ആ ഒരു ഇത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? നേരത്തെ ഞാൻ പറഞ്ഞത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ അതെന്ത് ചെയ്യുക? അത് വിട്ടേക്കുക കേട്ടോ. അത് പറഞ്ഞപ്പോൾ ഉള്ളൊരു അബദ്ധമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് -1 എന്താണ്? -1/3, -2/9, -4/3 ഈ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം എന്താ ഈ നെഗറ്റീവ് സംഖ്യകൾ. ഇപ്പോൾ -1
-1 ആണോ -2 ആണോ വലുത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? -1 ആണ് വലുത്. ഇനി നമ്മോട് ചോദിക്കുകയാണ് -3 ആണോ വലുത് -10 ആണോ വലുത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? -3 ആണ് വലുത്. എന്നാൽ 3, 10 ഇതിലേതാ വലുത്? 10 ആണ്. പക്ഷെ -3 -10 എന്ന് പറയുമ്പോൾ -3 ആണ് വലുത്. അതായത് നെഗറ്റീവ് സംഖ്യകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സംഖ്യ വലുതാകും തോറും അതിന്റെ വില കുറഞ്ഞുകൊണ്ട് വരും അല്ലേ? ഓക്കെ. അപ്പം അതായത് ഇവിടെ നമ്മളിപ്പം ഇത് എന്ത് ചെയ്യാണ്? നമ്മൾ ഇപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് -1/3 -2/9 -4/3 ഈ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പം ഇത് നെഗറ്റീവ് ഒന്നും നമ്മുടെ മനസ്സിലിപ്പോൾ വേണ്ട. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എന്ത് ചെയ്തു? 1/3 എടുത്തു. 1/3 എന്ത് ചെയ്യുക? നമ്മള് മുകളിൽ എന്ത് ചെയ്യുക? ഒരു 0 ചേർത്തിട്ട് അംശത്തിൽ 0 കൊടുത്തിട്ട് ഹരിച്ചു നോക്കുക. 10/3 ചെയ്ത് നോക്കുക. 10/3 ചെയ്ത് നമുക്ക് എത്ര കിട്ടുകയെന്നറിയോ? 3.3 എന്ന് കിട്ടും. ഇനി 2/9 എന്താണ്? 2/9 ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? 2/9 എന്ന് പറയുമ്പം 20/9 ചെയ്ത് നോക്കുക. 20/9 ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 20/9 2.2 എന്നും കിട്ടും. ഓക്കെ, അറിയാത്തവരൊന്ന് എഴുതിയെടുക്കണേ. പിന്നെ പറയാനുള്ളത് അടുത്തത് എന്താണ്? അടുത്തത് -4/3. മൈനസ് ഇപ്പൊ കണക്കാക്കുന്നില്ല. അവിടെ 4ന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കുക. 40/3 നമുക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 13.3 എന്ന് കിട്ടും. അപ്പൊ നമുക്കറിയാം നെഗറ്റീവ് സംഖ്യകളുടെ എന്ത് പ്രത്യേകത എന്ന് പറയുന്നത് വലുതാകും തോറും എന്ത് ചെയ്യും? അതിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ആരോഹണ ക്രമം ആദ്യം എന്താന്നുള്ളത് മനസ്സിലാക്കണം. ചെറുതിൽ നിന്ന് വലുതേക്ക്. അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അപ്പൊ ഇവിടെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ വാല്യൂവിൽ ഏറ്റവും വലുതായിരിക്കും. അപ്പൊ ഇവിടെ കിട്ടിയത് ഏതാ ഏറ്റവും വലുത്? 13.3 ആണ് അല്ലേ? അപ്പം അതാണ് അവിടെ. അതായത് -4/3 എന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. പിന്നെ നമുക്ക് ഏതാണ് കിട്ടിയത്? 3.3 എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? -1/3 എന്ന് എഴുതണം. ദെൻ -2/9. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം കേട്ടോ. ഒരുപാട് നേരം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയാത്തത്. ഓക്കെ, നെക്സ്റ്റ് 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടും. 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടും. അപ്പോ അതിന്റെ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് എന്നുള്ളതാണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 പേന വാങ്ങിയാൽ 1 പേന ലഭിക്കും. അതിന്റെ ഒരു ഇത് പറഞ്ഞുതരാം. y ഇൻറ്റു ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. y ഇൻറ്റു എന്താണ്? 100 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ആണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. y ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഏതാ? എക്സ് എന്ന് പറയുന്നത് 3, y എന്ന് പറയുന്നത് 1 അല്ലെ? 1 പേന വെറുതെ കിട്ടും. അപ്പൊ അതാണ് y എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 3 + 1 എത്രയാണ്? 4. അത് താഴെ കൊടുക്കുക. 4 എന്താണ് 100 അല്ലെ? 4/100 അല്ല, 100/4 ചെയ്താൽ നമുക്ക് എത്ര പെർസെന്റേജ്? 100ലാണല്ലോ നമ്മൾ പെർസെന്റേജ് കാണാ. അപ്പോ എന്ത് ചെയ്യാ? നമ്മള് ഡിസ്കൗണ്ട് ശതമാനം കാണാൻ എന്ത് ചെയ്യാ? ഇവിടെ നമുക്ക് 1 എത്രയെന്നാണ് കാണേണ്ടത്. 1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 4 അല്ലേ? അപ്പൊ എത്രയാണ്? അതിന്റെ ശതമാനം എന്ന് പറയുന്നത് 25% ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ 2 പേന 3 പേന വാങ്ങിയാൽ നമുക്ക് 2 പേന ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? 2 പേന ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ അതിന്റെ ഡിസ്കൗണ്ട് ശതമാനം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് 2 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് എന്താണ്? 3 + 2 5. താഴെ 5 കൊടുക്കുക. എന്ത് ചെയ്യാം? പിന്നെ നമുക്ക് 2 ഇൻറ്റു പിന്നെ 100ലാണ് അല്ലേ? 2 ഇൻറ്റു 100. ഓക്കെ, 2 ഇൻറ്റു 100 അല്ല, 2 കുഴപ്പമില്ല, മനസ്സിലാക്കേണ്ട അങ്ങനെയല്ല. 2/5 ഇൻറ്റു 100. 100ലാണല്ലോ പെർസെൻറ്റേജ് കാണാം. ഓക്കെ, അപ്പൊ 2/5 ടോട്ടൽ എത്രയാണ് നമുക്കിപ്പോ നമ്മളെ കയ്യിലുള്ളത്?
5 പേന. ആ 5-ല് 2 എത്ര ശതമാനമാണെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ 2/5 × 100 കണ്ടാൽ നമുക്ക് അതിന്റെ ഡിസ്കൗണ്ട് ശതമാനം കിട്ടും. അത്രേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, പേനയിൽ ചാർജ് തീർന്നതാണ്. ഒരു മിനിറ്റ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം എന്താണ് 30, 36, 48 എന്നീ സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം ഏതൊക്കെ 30, 36, 48 എന്നീ സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ് എന്നതാണ് ക്വസ്റ്റ്യന്. ഓക്കെ, ആദ്യ ലൈറ്റ് അല്ലെ 30 സെക്കൻഡ് ഇടവേളകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മിന്നുന്നുണ്ട്. ആദ്യ ലൈറ്റ് 30 സെക്കൻഡ് ഇടവേളകളിൽ മിന്നുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ലൈറ്റോ 36, മൂന്നാമത്തെ ലൈറ്റ് 48. മനസ്സിലായോ? ഇനി 3 ലൈറ്റുകളും ഒരുമിച്ച് മിന്നുന്ന ഇടവേള കാണണം എന്ന് നമ്മോട് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അവർ ചോദിച്ചിട്ടുള്ളത് LCM ആണ്. LCM കാണുക. എങ്ങനെ LCM കാണുക? 30, 36, 48 അല്ലെ? 48 ഇതിന്റെ LCM കാണാൻ ഇതിൽ എന്ത് ചെയ്യാം? ഇതില് എന്താ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പം ഇതിൽ നമ്മൾ 3 എടുക്കുകയാണെങ്കിൽ നമുക്ക് 3, 10, 3, 30. ഇവിടെ 1, 3, 2, 3, 6. പിന്നെ 48-ലോ 16, 3 48 എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, ഇനി ഇതില് പോകുന്നത് ഏതാണ്? ഇപ്പോ 2 എടുക്കുകയാണെങ്കിൽ നമുക്ക് 10-ല് 5 പോവും. പിന്നെ 12-ല് 2 എത്ര വട്ടം പോവും? ഏറ്റവും ചെറുത് എടുക്കണ്ട കേട്ടോ ആദ്യം. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ അടുത്ത് നോക്കാം. 12-ല് എത്ര? 6, 6, 2, 12. 16-ല് 8. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതില് എന്താ 2 എണ്ണത്തിൽ പോകുന്നത്, 3 എണ്ണത്തിലും കൂടെ പോകുന്നതല്ല. അപ്പൊ 2 എണ്ണത്തിൽ പോകുന്നത് ഏതാ ഉള്ളത്? 2 ഉണ്ട് അല്ലെ? അപ്പൊ ആ 5 നമ്മൾ താഴേക്ക് അതുപോലെ തന്നെ ഇടുക. പിന്നെ 3, 2, 6. പിന്നെ 4, 2, 8. ഓക്കെ, ഇനി 3-ലും കൂടെ പോകുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? ഇല്ല. 2 എണ്ണത്ത് പോലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ കിട്ടി. നമുക്ക് എത്ര കിട്ടി? LCM എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? 3 × 2. ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യുക? ഒന്ന് ഗുണിച്ചു നോക്കുക. ഗുണിച്ചു നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാന്ന് ചോദിച്ചാല്, ഇപ്പൊ ഇവിടെ സെക്കൻഡിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ എത്ര കിട്ടുന്നത് ആൻസർ എന്ന് ചോദിച്ചാൽ 700. ഞാൻ ഇവിടേക്ക് എഴുതുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ക്വസ്റ്റ്യൻ ഏതാന്നുള്ളത്. 720 സെക്കൻഡ് എന്നുള്ളതാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി 720 സെക്കൻഡിനെ നമ്മൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കുക, ഒക്കെ മിനിറ്റ് ആണ് തന്നിട്ടുള്ളത്. മിനിറ്റ് തരുമ്പം നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ് ആണ് അല്ലെ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ 2 മിനിറ്റ് എത്ര സെക്കൻഡ് ആണെന്ന് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 120-നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 720 സെക്കൻഡ് എത്ര മിനിറ്റ് ആണെന്ന് കാണണമെങ്കിൽ നമ്മൾ ഡിവൈഡഡ് ബൈ 60 ചെയ്ത് നോക്കുക അല്ലെ? ഇങ്ങനെ 60 ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും നമുക്ക്? എന്താ 6/72-ല് എത്ര വട്ടം പോവും? 1 6 6, 2 6 12 അല്ലെ? 12. അപ്പം എത്രയാണ്? 12 മിനിറ്റ് എന്നുള്ളതായിരിക്കും എന്ത് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മോട് പറയാണ് എന്ത് എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാല് 3 ലൈറ്റുകളും ഒരുമിച്ച് മിന്നുന്ന ഇടവേളയാണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. 30, 36, 48. അപ്പൊ 3ഉം ഒരുമിച്ച് മിന്നുന്ന ഇടവേള എന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ 3-ന്റെയും LCM കാണാനാണ് ഇവരിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? 4/3 ഹരിക്കണം 4 + 2/3-ന്റെ വില കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. 4/3 ഹരിക്കണം എന്താണ് 4 + 2/3. ഇപ്പോ നമുക്കറിയാം ബോഡ് മാസ് റൂൾ പ്രകാരം ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണെന്ന് അറിയാം അല്ലെ? ബോഡ് മാസ് റൂൾ തന്നെയാണ് ഇവിടെ. ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയാം ഈ ബോഡ് മാസ് റൂൾ BODMAS അത് എഴുതി വെക്കുക ആദ്യം. എന്നിട്ട് ആദ്യം ഏതാ പിന്നെ ഏതാന്നുള്ളത് എന്ത് ചെയ്യുക?
എന്തെന്തോ ഓക്കെ, അത് ചെയ്യാം. അപ്പോ നമുക്ക് എന്താ 4/3 ഹരിക്കണം 4. 4/3 ഹരിക്കണം 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 അപ്പൊ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് ഡിവിഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. BOD ആണ് പിന്നെ ചെയ്യേണ്ടത്. ഡിവിഷൻ 4/3 ഹരിക്കണം എന്താണ്? 4. ഹരിക്കണം 4 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തുണ്ടാവും? അതിന്റെ അടിയിൽ ഛേദം 1 ഉണ്ടാവും അല്ലെ? ഹരിക്കണം 2 പറഞ്ഞാൽ 2ന്റെ അടിയിൽ എപ്പോഴും 1 ഛേദം ഉണ്ടാവും. ഹരിക്കണം 6 അങ്ങനെ ഏതെങ്കിലും സംഖ്യ പറയണേ എപ്പോഴും ആ സംഖ്യയുടെ താഴെ എപ്പോഴും ഒരു 1 ഉണ്ടാവും ഛേദമായിട്ട് അല്ലെ? അപ്പം ഇത് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? 4/3 അത് നമ്മൾ ഗുണിക്കണം എന്ന രൂപത്തിൽ എഴുതാം. 4/3 ഇൻറ്റു 1/4 നേരെ എന്ത് ചെയ്യാം? എന്താ തിരിച്ചിടുക. അതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1/3 അല്ലെ? ഇതും ഇതും വെട്ടിപ്പോവും. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 1/3 എന്നുള്ളത് കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് +2/3 ഉണ്ട് അല്ലെ? അപ്പൊ 1/3 +2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/3 എന്ന് പറഞ്ഞാൽ ഇവിടെ ഛേദവും സെയിം ആണ്. അപ്പൊ ഛേദം എടുത്ത് എഴുതുക. ദെൻ അംശം എന്ത് ചെയ്യുക? അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 1 + 2 3/3 = 1 എന്ന് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അറിയാത്തവര് ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും കേട്ടോ. ഇപ്പൊ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ ഞാൻ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അടുത്തത്, മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്ന് 15-മതും മുന്നിൽ നിന്ന് 16-മതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്, കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തതാണ്. ഇനി നമുക്ക് തെറ്റൂല എന്ന് വിചാരിക്കുന്നു. ക്ലാസ് കണ്ടവർക്ക് ഇത് ഈസി ആവും അല്ലെ? മയൂഖ നമ്മളൊരു ലൈൻ അങ്ങോട്ട് എന്ത് ചെയ്യുക? വരച്ചു കൊടുക്കുക. ഇതുവരെ ഒരു ലൈൻ ഉണ്ട് അല്ലെ? മയൂഖ ഇവിടെയാണ് നിൽക്കുന്നത്. ഇതിന്റെ ഇടയിലാണ് നമ്മുടെ മയൂഖ നിൽക്കുന്നത്. എന്ന് കൊടുക്കുക. മയൂഖ നിൽക്കുന്നത്. ഈ മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്നും 15-മതും, പിന്നെന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും അല്ലെ? ഇവിടെ നിന്ന് 15-മത് എന്ന് പറയുമ്പോൾ 15th പ്ലേസിലാണ് മയൂഖ. അപ്പൊ ഇവിടെ എത്ര ആളുണ്ടാവും? 14 ആളുണ്ടാവും. ഇനി മുന്നിൽ നിന്നും 16-മതും, മുന്നിൽ നിന്ന് 16-മതാണ് മയൂഖ 16th പ്ലേസിൽ. അപ്പൊ ഇവിടെ എത്ര ആളുണ്ടാവും? ടോട്ടല് 15 പേരുണ്ടാവും. മനസ്സിലായോ? ഇനി എന്താ ചെയ്യാ? ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? 15 പ്ലസ് മയൂഖ പ്ലസ് പിന്നെ എത്ര ഉണ്ടാവും? 14. അത് കൂട്ടി നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 15 പ്ലസ് 14 എത്രയാണ്? 29. 29ഉം മയൂഖയും കൂട്ടിയാൽ എത്ര കിട്ടും നമുക്ക്? 30 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത്, ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 4, 10, 28, 82 എന്നുള്ളതാണ്. ഓക്കെ, 4, 10, 28, 82. അതിന്റെ എങ്ങനെ നമ്മൾ കാണാ? ഇതിലെ തൊട്ടു മുമ്പുള്ള സംഖ്യയെ 3 കൊണ്ട് ഗുണിക്കുക. ഇപ്പോ 4, 10 ഞാനത് എഴുതാം. 4, 10, 28, 82. ഇപ്പൊ 10ന്റെ മുമ്പുള്ളത് എത്രയാണ്? 4. തൊട്ട് മുന്നുള്ള സംഖ്യയെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോ? ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തേണ്ട കാര്യമാണ്. ഇതിന് എന്താണ്? ഇത് മെന്റൽ എബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഇക്വേഷനും കാര്യങ്ങളൊന്നും വെച്ച് ചെയ്യാൻ പറ്റൂല. എങ്ങനെ ഇവര് ക്വസ്റ്റ്യൻ ഇടണം എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ള രൂപത്തിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ എവിടേക്ക് എത്തുള്ളൂ കേട്ടോ. ഓക്കെ, 4 × 3. 4 × 3 എത്രയാണ്? 12. 12 മൈനസ് എന്ത്? 12 മൈനസ് 2 ആണ് എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ 10ഉം 28ഉം തമ്മിൽ എങ്ങനെ കാണാം? 10ഉം 28ഉം കാണാന് 10 × 3 30 മൈനസ് 2 28 കിട്ടിയല്ലോ. അപ്പൊ 82 എങ്ങനെ കിട്ടും? 28 × 3. 28 × 3 മൈനസ് എത്രയാണ്? 2. 28 × 3 മൈനസ് 2. 28 × 3 എത്ര? 3 24. 4 2 1 6 2 8. 84 മൈനസ് 2 എത്ര കിട്ടും നമുക്ക്? 82 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇനി ചോദിച്ചിട്ടുള്ളത് എന്താണ് നമ്മോട്? അടുത്ത സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ കാണാം നമുക്ക്? അടുത്ത സംഖ്യ എങ്ങനെ കാണാം? 82 × 3 മൈനസ് 2 ചെയ്താൽ മതി അല്ലെ? 82 × 3 എത്രയാണ്?
3 2 6 8 3 24 246 മൈനസ് 2 എത്രയാണ് 244 എന്നുള്ളതാണ് ആൻസർ. ഇവിടെ ഉണ്ടോ നോക്കുക. ഉണ്ടോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഇനി ഇതൊക്കെ മെന്റൽ എബിലിറ്റിയിൽ വരുന്നതാണേ. ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത്? ജില്ല, സംസ്ഥാനം, പഞ്ചായത്ത്, വീട്ടുനമ്പർ. വീട്ടുനമ്പർ, സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്. നമുക്ക് ഇപ്പോ വലുതിൽ നിന്ന് ചെറുതിലേക്ക്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ആദ്യം ഏതായിരിക്കും വരിക? നമ്മുടെ സംസ്ഥാനമാണ് അല്ലെ വലുത്, പിന്നെ അതിലുള്ള ജില്ലകള്, പിന്നെ അതിലുള്ള പഞ്ചായത്ത്, ദെൻ വീട്ടു നമ്പർ. ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ബാക്കിയുള്ളത് നോക്കുക നിങ്ങൾക്ക്, അപ്പൊ നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ളതിൽ തെറ്റുള്ളത് കേട്ടോ. അടുത്തത് ഓസ്കാർ സിനിമ. ഓസ്കാർ സിനിമയുമായി ബന്ധപ്പെട്ടതാണ് ഓസ്കാർ. ബൂക്കർ ഏത് പ്രൈസ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന വേണം കേട്ടോ. ഏതുമായി ബന്ധപ്പെട്ടതാണ്? സാഹിത്യം അല്ലെ, സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, 10 സ്ക്വയർ എന്താണ്? 100. 10 സ്ക്വയർ എന്ന് പറഞ്ഞാല് 100. 100 സ്ക്വയർ. 100 സ്ക്വയർ എന്താണ്? 10,000 അല്ലെ. ഒറ്റ 10, 100, 1000, 10,000. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. 10ന്റെ വർഗം 10 സ്ക്വയർ 2 0 അല്ലെ, അപ്പം 100. 100ന്റെ സ്ക്വയർ ഇത് ഇല്ലേ, എത്ര? 4 0 വരും. ഓക്കെ, അപ്പോൾ 100 സ്ക്വയർ 10,000. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയായിരിക്കും. ഇനി ഇതില് വ്യത്യസ്തമായത് ഏത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. വ്യത്യസ്തമായത് ഏത്? വ്യത്യസ്തമായത് ഏതാണ്? ചതുരം, ത്രികോണം, സാമാന്തരികം, ലംബകം. ഇതിൽ വ്യത്യസ്തമായത് ഏതാണ്? ഇതൊക്കെ എന്താണ്? ത്രികോണം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എന്താണ്? ചതുർഭുജങ്ങളാണ് അല്ലെ. ചതുരം എന്താണ്? ചതുരം, പിന്നെന്താണ്? സാമാന്തരികം, പിന്നെന്താണ്? ലംബകം എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ എന്താണ്? എന്താ പറയാ? ചതുർഭുജങ്ങളാണ്. ഓക്കെ, ചതുർഭുജങ്ങളാണ്. ബാക്കിയുള്ളത് എന്താണ്? ത്രികോണം. ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തല്ല ചതുർഭുജങ്ങളിൽ പെട്ടതല്ല. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിൽ വരുന്നത് ത്രികോണാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ്, മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. മകളുടെ വയസ്സിന്റെ മകളുടെ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം നമുക്ക് കേട്ടോ. മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? എങ്ങനെ കാണാം നമുക്ക്? മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. അപ്പൊ നമുക്ക് മകളുടെ വയസ്സ്, മകള് കൊടുക്കാം കേട്ടോ. മകളുടെ വയസ്സ് നമുക്ക് x ആയിട്ട് എടുക്കാം. ഇനി സുനിതയുടെ വയസ്സോ? മകളുടെ വയസ്സിന്റെ എത്രയാണ് സുനിതയുടെ വയസ്സ്? 5 മടങ്ങ്, അതായത് 5 × x. 5x ആണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിയാണ്. 2 വർഷം കഴിയുമ്പോൾ രണ്ടാൾക്കും 2 വയസ്സ് കൂടും അല്ലെ. അല്ലാതെ മകൾക്ക് മാത്രം കൂടുക, സുനിതക്ക് മാത്രം കൂടുക അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പം മകളുടെ വയസ്സ് 2 വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിഞ്ഞാല് കേട്ടോ, കഴിഞ്ഞാല് മകൾക്ക് എത്രയാവും? x+2 ആവും. സുനിതക്ക് എത്രയാവും? സുനിതക്ക് 5x+2 എന്നും ആവും. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്? 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആവാണ്. ഓക്കെ, 40 ആയാല് എന്താ പറഞ്ഞിട്ടുള്ളത്? സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ്, അതായത് 5x അല്ലെ, അതാണ് നമുക്ക് കാണാനുള്ളത്. ഇപ്പോഴത്തെ വയസ്സാണ് ഈ പറയുന്ന 5x, അതായത് മകൾക്ക് x ആണെങ്കിൽ സുനിതക്ക് 5x. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഗുണിച്ചു നോക്കാം അല്ലെ. 2 വർഷം കഴിഞ്ഞിട്ടുള്ളത് x+2 എന്താണ്? 5x+2 ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുള്ളത്? നമുക്ക് 40 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്ത് നോക്കാം. x+2 + 5x+2 ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടുന്നത് ഇവിടെ തുകയാണല്ലോ അല്ലെ. തുകയാണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 5x, അതായത് 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുകയാണ് 40 തന്നിട്ടുള്ളത്. അപ്പം x+2 + 5x+2 അതാണ് നമുക്ക് കൂട്ടാനുള്ളത്. എക്സും എക്സും തമ്മിലുള്ള കൂട്ടുക. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 6x എന്ന് കിട്ടും അല്ലെ. പിന്നെ 2 ഉം 2 കൂട്ടിയാൽ
4 എന്ന് കിട്ടും. 6x പ്ലസ് 4 ഈസ് ഈക്വൽ ടു 40 അല്ലേ? അപ്പോൾ 6x എന്ന് പറഞ്ഞാൽ എന്താണ്? 40ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 40 മൈനസ് 4 36. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്ന് പറഞ്ഞാൽ 36 ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും? 6 അല്ലേ? എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇപ്പൊ നമ്മോട് ചോദിച്ചിട്ടുള്ളത് എക്സ് നമുക്ക് കിട്ടി, മകളുടെ വയസ്സ് എക്സ് ആണെന്ന് കിട്ടി, അതിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. അപ്പൊ 5 ഇൻറ്റു 6 എന്താണ്? 5x ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്. 5x എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 അല്ലെ? 30 ആണ് എന്തെന്ന് പറയുന്നത്? സുനിതയുടെ വയസ്സെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ. നമ്മോട് പറഞ്ഞിട്ടുള്ളത് മകളുടെ വയസ്സ് 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. മകളുടെ വയസ്സ് എക്സ് എടുക്കുക. സുനിതയുടെ വയസ്സ് എന്ന് പറഞ്ഞാലും മകളുടെ വയസ്സിന്റെ 5 മടങ്ങ്, അതായത് 5x. 2 വർഷം കഴിഞ്ഞാൽ മകൾക്ക് x+2 ആവും. ഓക്കെ, അപ്പം സുനിതക്കും 5x+2 ആവും. ഇനി അത് കൂട്ടുക. മകളുടെയും സുനിതയുടെയും വയസ്സ് കൂട്ടിയ 40 കിട്ടും എന്ന് പറഞ്ഞു. x+2 പ്ലസ് 5x+2 അല്ലെ? x+2 പ്ലസ് 5x+2 ചെയ്താൽ നമുക്ക് 40 കിട്ടും എന്ന് പറഞ്ഞു. ഇത് കൂട്ടേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? എക്സും എക്സും ഉള്ളത് ഒപ്പം കൂട്ടാം. 6x എന്ന് കിട്ടി. ഒരു എക്സും 5x കൂട്ടിയ 6x എന്ന് കിട്ടും. പിന്നെ രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. 6x പ്ലസ് 4 ഈസ് ഈക്വൽ ടു 46. 6x ഈസ് ഈക്വൽ ടു 40 മൈനസ് 4 36. അപ്പം x ഈസ് ഈക്വൽ ടു 36. 6 ഗുണിക്കണം എന്നുള്ളത് സമത്തിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കണം എന്നാവും. 36/6 ഈസ് ഈക്വൽ ടു 6 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ലാസ്റ്റത്തെ ഇത് കേട്ടോ, മാത്സിൽ 7.5. പിന്നെ ബോഡ് മാസ് റൂൾ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ബോഡ് മാസ് റൂൾ അറിയാലോ. ഇവിടെ എന്താണ്? 2 ബ്രാക്കറ്റും ആദ്യം ചെയ്യണം നമ്മൾ. ബോഡ് മാസ് റൂള് പറയുമ്പോൾ ബോഡ് മാസ് എന്ന് എഴുതി വെച്ചേക്കുക. ഓക്കെ, ഇപ്പൊ ഓരോന്നും നമുക്കറിയാം അല്ലെ? ബി എന്താണ്, ഒ എന്താണ്, ഡി എന്താണ്, എം എന്താണ്, എ എന്താണ്, എസ് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പം ഇതിൽ ആദ്യം വരുന്നത് ഏതാ? ബ്രാക്കറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോ? ഉണ്ടല്ലേ? ഈ കാണുന്നത് എന്താണ്? ബ്രാക്കറ്റ് ആണ്. ഈ ബ്രാക്കറ്റിലുള്ളത് എന്ത് ചെയ്യണം നമ്മൾ? ഇവിടെ ഒരു ബ്രാക്കറ്റും ഉണ്ട്, ഇവിടെ ഒരു ബ്രാക്കറ്റും ഉണ്ട്. ആ ബ്രാക്കറ്റുകൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അത് ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടുക നോക്കാം. ഓക്കെ, അപ്പോ അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യട്ടെ നമുക്ക്. ഇത് നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. എന്താണ്? അപ്പോൾ ഇവിടെ 2 ബ്രാക്കറ്റും ചെയ്യുക. അതായത് എത്രയും നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചാൽ 22.36 പ്ലസ് 27.64. അതെങ്ങനെ ചെയ്യാം? 22.36 പ്ലസ് 27.64 ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 6 പ്ലസ് 4 10 അല്ലേ? 10 ബാക്കി 1, 4 6 10 0 ശിഷ്ടം 1, 3 7 10 0, പിന്നെ 3 2 5. നമുക്ക് എത്ര കിട്ടും? 50 എന്ന് കിട്ടും ആദ്യത്തേത്. രണ്ടാമത്തേത് നമുക്ക് എത്ര കിട്ടുകയെന്നറിയോ? രണ്ടാമത്തെ കൂട്ടിയാൽ നമുക്ക് 40 എന്നും കിട്ടും. ഓക്കെ, അപ്പം അത് ചെയ്തിട്ട് 7.5 ഇൻറ്റു 50 മൈനസ് 40. 7.5 ഇൻറ്റു 50 മൈനസ് 40. 50 മൈനസ് 40 എന്താണ്? 10 ആണ്. 7.5 ഇൻറ്റു 10 എത്രയാണ്? ശരിക്കും നമ്മൾ പോയിന്റ് ഇല്ലാതെ ചെയ്ത് നോക്കുക. ആദ്യം 750 എന്ന് കിട്ടും. ഒരു സ്ഥാനമുള്ളൂ ഇവിടെ ചെയ്യാനുള്ളത്. അപ്പം അതും ഒരു സ്ഥാനം മാറ്റി എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. അപ്പൊ 75 എന്നുള്ളത് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് പോയിന്റ് ദശാംശ സംഖ്യ എങ്ങനെ കൂട്ടാം, കുറക്കാം, ഗുണിക്കാം എന്നുള്ളത് മനസ്സിലാക്കാനും കൂടെ, അറിയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഈ ശ്രേണിയിൽ അടുത്തത് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഈ ശ്രേണിയിൽ അടുത്തത് ഏതാണ് ശ്രേണി? CXB EVD GTF നെക്സ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആദ്യ അക്ഷരത്തിന്റെ കൂടെ 2 കൂട്ടുക. ആദ്യ അക്ഷരത്തിന്റെ കൂടെ 2 കൂട്ടുക. ABC. C കഴിഞ്ഞിട്ട് ഏതാണ്? CDE. C കഴിഞ്ഞു, D കഴിഞ്ഞു, E കഴിഞ്ഞു, F കഴിഞ്ഞു, G കഴിഞ്ഞു, H കഴിഞ്ഞു, I. ഇവിടെ I ഉള്ളത് ഇപ്പൊ 2 കിടക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ I നമ്മൾ എഴുതി.
ഇനി നെക്സ്റ്റ് എന്താ ഇത് നോക്കാം നമുക്ക്. ഇത് വി ആണ് അല്ലേ, വി തിരിച്ചാണ്. ഓക്കെ, ഇവിടെ ടി നോക്കുക, ക്യു ആർ എസ് ടി യു വി, പിന്നെ വി യു വി ഡബ്ല്യു എക്സ്. അപ്പൊ ടിയുടെ മുന്നേതാണ് ക്യു ആർ, ഏതാ വരും നമുക്ക്, ആർ എസ് ടി അല്ലേ. അപ്പം ആറായിരിക്കും വരിക, ആറ് എസ് ടി ആയിരിക്കും, അപ്പം ആറായിരിക്കും വരിക. ഇനി നമുക്ക് കിട്ടും ഐ ആറ്. അപ്പോൾ ഇനി വരുന്നത് ഇതിൽ രണ്ടെണ്ണത്തിലും ഐ ആറ് വരുന്നത് ഇതാണ്. പിന്നെ എച്ച് തമ്മിലുള്ള വ്യത്യാസം നോക്കുക, ബി സി ഡി, ഒരു സിയുടെ വ്യത്യാസം അല്ലെ ബി സി ഡി. പിന്നെ ഡി കഴിഞ്ഞിട്ട് ഇ കഴിഞ്ഞിട്ട് എഫ്, ഇതിന്റെ കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പം എഫ് കഴിഞ്ഞിട്ട് ജി കഴിഞ്ഞിട്ട് എച്ച്, അപ്പം ഐ ആർ എച്ച് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ മാത്സിൽ. അപ്പോൾ മാത്സ് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അതും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നോക്കാം നമുക്ക്. ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ഓഡിയുടെ ഇന്ത്യൻ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ജർമ്മൻ കാർ നിർമ്മാതാക്കളായിട്ടുള്ള ഓഡിയുടെ ഇന്ത്യൻ ബ്രാൻഡ് അംബാസിഡർ നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര. അടുത്തത്, സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യ കാഴ്ച പരിമിതിയുള്ള അഭിഭാഷകയായി മാറിയത്, പഠിച്ചു വെച്ചേക്കുക, ആരാണ്? അഞ്ചൽ ബതേജയാണ് എന്ത്, സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യ കാഴ്ച പരിമിതിയുള്ള അഭിഭാഷകയായി മാറിയത് അഞ്ചൽ ബതേജയാണ് കേട്ടോ, അഞ്ചൽ ബതേജ. നെക്സ്റ്റ്, രാജ്യത്ത് ആദ്യമായി മൊബൈൽ ഇ വോട്ട് രേഖപ്പെടുത്തുന്ന സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായി മൊബൈൽ ഇ വോട്ട് രേഖപ്പെടുത്തുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ ആണ്. രാജ്യത്ത് ആദ്യമായിട്ട് മൊബൈൽ ഇ വോട്ട് രേഖപ്പെടുത്തുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ബീഹാർ ആണ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഫോസിൽ പാർക്ക്, യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഫോസിൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് നിന്നും ഉള്ളതാണ്? ഉത്തർപ്രദേശ്. മനസ്സിലായോ? അടുത്തത്, ലോകത്തിലെ ഏഴാമത്തെ വലിയ കാപ്പി ഉൽപാദക രാജ്യവും അഞ്ചാമത്തെ വലിയ കയറ്റുമതി രാജ്യവും ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തിലെ ഏഴാമത്തെ വലിയ കാപ്പി ഉൽപാദക രാജ്യവും അഞ്ചാമത്തെ വലിയ കയറ്റുമതി രാജ്യവും ഏതാണ്? ഇന്ത്യയാണ്. അടുത്തത്, 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എന്താണ്? വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? രാജസ്ഥാൻ ആണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? രാജസ്ഥാൻ ആണ്. അടുത്തത്, കൊമരം ഭീം റിസർവ് ഏത് സംസ്ഥാനത്താണ്? കൊമരം ഭീം റിസർവ് ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. കൊമരം ഭീം റിസർവ് ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. ഉത്തർപ്രദേശിലെ ഫത്തേഹാബാദിന്റെ പുതിയ പേര് സിന്ദൂർപുരമാണ് ഉത്തർപ്രദേശിലെ ഫത്തേഹാബാദിന്റെ പുതിയ പേരെന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ റാംസാർ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയവ ഏതൊക്കെയാണ്? രാജസ്ഥാൻ ഫലോഡിയിലെ ഖിച്ചൻ, ഉദയപൂരിലെ മെനാർ. ഇന്ത്യയിലെ റാംസാർ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയവ രാജസ്ഥാൻ ഫലോഡിയിലെ ഖിച്ചൻ, ഉദയ്പൂരിലെ മെനാർ. ഖിച്ചൻ അതുപോലെ മെനാർ. ഓക്കെ, അപ്പൊ ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കാം. ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ഓഡിയുടെ ഇന്ത്യൻ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? നീരജ് ചോപ്ര. സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യ കാഴ്ച പരിമിതിയുള്ള അഭിഭാഷകയായി മാറിയത് അഞ്ചൽ ബതേജയാണ്. രാജ്യത്ത് ആദ്യമായി മൊബൈൽ ഇ വോട്ട് രേഖപ്പെടുത്തുന്ന സംസ്ഥാനം ബീഹാർ ആണ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയ
ഫോസിൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് നിന്നും ഉള്ളതാണ്? ഉത്തർപ്രദേശ്. ലോകത്തിലെ 7ാമത്തെ വലിയ കാപ്പി ഉൽപാദക രാജ്യവും 5ാമത്തെ വലിയ കയറ്റുമതി രാജ്യവും ഇന്ത്യയാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. കൊമരം ഭീം റിസർവ് ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. ഉത്തർപ്രദേശിലെ ഫത്തേഹാബാദിന്റെ പുതിയ പേര് സിന്ദൂർപുരം. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിൽ റാംസാർ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയവ: രാജസ്ഥാൻ ഫലോഡിയിലെ കിച്ചൻ, ഉദയപൂരിലെ മെനാർ. ഓക്കെ, നെക്സ്റ്റ്, ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് റിലയൻസ് ഇൻഡസ്ട്രീസ്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി നടുപ്പതി. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി എന്ന് പറയുന്നത് നടുപ്പതിയാണ്. നടുപ്പതി എന്താണ്? രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനിയാണ് ഏതെന്ന് പറയുന്നത്? നടുപ്പതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാളം എന്ന് പറയുന്നത് അഞ്ചീഗഡ് പാലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാളം എന്ന് പറയുന്നത് അഞ്ചീഗഡ് പാലമാണ്. ഇന്ത്യൻ നാവികസേനയുടെ ASW സ്വാശ്രയ കപ്പല് അർനാല. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ ASW സ്വാശ്രയ കപ്പൽ എന്ന് പറയുന്നത് അർനാല. മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവള അമോലോപ്സ് ഷില്ലോങ് അല്ലെങ്കിൽ ഷില്ലോങ് കാസ്കോഡ് തവള. എന്താണ് അമോലോപ്സ് ഷില്ലോങ് എന്ന് പറയുന്നത്? അപ്പൊ എന്താണ് അല്ലെ? പുതിയ ഇനം തവളയാണ് അമോലോപ്സ് ഷില്ലോങ്. എവിടുന്നാ കണ്ടെത്തിയത്? മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും, അല്ലെങ്കിൽ എന്ന് പറയും ഷില്ലോങ് കാസ്കോഡ് തവള. ഇനി ഇന്ത്യയിൽ ആദ്യമായി ജീൻ എഡിറ്റിംഗിലൂടെ വികസിപ്പിച്ച ആട് കാശ്മീർ മെറീനോ. ഇന്ത്യയിൽ ആദ്യമായി ജീൻ എഡിറ്റിംഗിലൂടെ വികസിപ്പിച്ച ആടെന്ന് പറയുന്നത് കാശ്മീർ മെറീനോ. കാശ്മീർ മെറീനോ അപ്പൊ എന്താണ്? ആടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജീൻ എഡിറ്റിംഗിലൂടെ വികസിപ്പിച്ച ആടാണ്. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് കത്രീന കൈഫാണ്. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കത്രീന കൈഫാണ്. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കത്രീന കൈഫ്. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും വരുമാന അവസരങ്ങളിലൂടെയുള്ള മുന്നേറ്റത്തിന് സഹായിക്കുന്നതിനും എന്താണ്? സീത ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം തെലങ്കാന. എന്താണ്? സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും വരുമാന അവസരങ്ങളിലൂടെ മുന്നേറ്റത്തിന് സഹായിക്കുന്നതിനും സീത ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം തെലങ്കാനയാണ്. ഇനി കേരള സർവകലാശാലയുടെ പുരാവസ്തു ശാസ്ത്ര വിഭാഗം നടത്തിയ ഖനനത്തിൽ 5300 വർഷം പഴക്കമുള്ള പ്രാചീന ഹാരപ്പൻ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെ? ഗുജറാത്തിലെ കച്ചിലാണ്. കേരള സർവകലാശാലയുടെ പുരാവസ്തു ശാസ്ത്ര വിഭാഗം നടത്തിയ ഖനനത്തിൽ 5300 വർഷം പഴക്കമുള്ള പ്രാചീന ഹാരപ്പൻ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഗുജറാത്തിലെ കച്ചിലാണ്. രാജ്യത്തെ പരമ്പരാഗത ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതി ആയുഷ് വിസ. രാജ്യത്തെ പരമ്പരാഗത ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് ആയുഷ് വിസ. വരുമാന പരിധി നോക്കാതെ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് വയോവന്ദന യോജന. വയോവന്ദന യോജന എന്താണ്? വരുമാന പരിധി നോക്കാതെ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഏതാണ്? വയോവന്ദന യോജന. ഓക്കെ, അപ്പൊ ഈ പേജ് നെക്സ്റ്റ് ഒന്നുകൂടെ ഓടിച്ചു പോവാം. എന്താണ്? ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് റിലയൻസ് ഇൻഡസ്ട്രീസ്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി നടുപ്പതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാളം അഞ്ചീഗഡ് പാലമാണ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ ASW സ്വാശ്രയ കപ്പൽ അർനാല. മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവള അമോലോപ്സ് ഷില്ലോങ് അല്ലെങ്കിൽ ഷില്ലോങ് കാസ്കോഡ് തവള. ഇന്ത്യയിൽ ആദ്യമായി ജീൻ എഡിറ്റിംഗിലൂടെ വികസിപ്പിച്ച ആട് കാശ്മീർ മെറീനോ.
മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കത്രീന കൈഫാണ്. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും വരുമാന അവസരങ്ങളിലൂടെയുള്ള മുന്നേറ്റത്തിന് സഹായിക്കുന്നതിനും സീത ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം തെലങ്കാന. കേരള സർവകലാശാലയുടെ പുരാവസ്തുശാസ്ത്ര വിഭാഗം നടത്തിയ ഖനനത്തിൽ 5300 വർഷം പഴക്കമുള്ള പ്രാചീന ഹാരപ്പൻ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെ? ഗുജറാത്തിലെ കച്ചിലാണ്. രാജ്യത്തെ പരമ്പരാഗത ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതി ആയുഷ് വിസ. വരുമാന പരിധി നോക്കാതെ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് വയോവന്ദന യോജന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ഏകദേശം നമുക്ക് വേണ്ട സബ്ജക്റ്റുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഉള്ള നല്ല ക്ലാസ്സുകളാണ് നമ്മൾ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇതൊക്കെ ഒന്ന് എത്തിക്കുക. എന്ത് ചെയ്യുക, അടുത്ത എക്സാമിന് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ VFA റിവിഷൻ എക്സാം ആണ്. VFAക്ക് മാത്രമല്ല, വരുന്ന LDC അതുപോലെ കമ്പനി ബോർഡ് LGSന് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് തന്നെയാണിത്. പിന്നെ ബാക്കി വരുന്ന എല്ലാ എക്സാംസിനും എന്താണ് നമുക്ക് യൂസ്ഫുൾ ആണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അറിയാത്ത കാര്യങ്ങൾ നോട്ട് എഴുതി എടുക്കുക. വൈകുന്നേരമുള്ള എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ശരി, താങ്ക് യു.